നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യः. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാജയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിപി പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോർഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമവൂമി തുഞ്ചത്തെഴുമാര്യപാദം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമസ്തുതേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ. ഭക്തജനങ്ങളെ, മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃതത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഈ ഭാരത പുണ്യഭൂമിയിൽ മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ലഭിച്ചിട്ടുള്ള ജീവിതം അധർമ്മ പ്രവൃത്തികൾ ചെയ്ത് കളഞ്ഞു കുളിക്കാനുള്ളതല്ല. പിന്നെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവയൊക്കെ സമ്പാദിച്ച് ആത്മസാക്ഷാത്കാരമായ കൈവല്യത്തിലേക്ക്, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് വേദോപനിഷത്തുക്കളും പുരാണ ഇതിഹാസങ്ങളും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ പെട്ടുവേളുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിന് സംഗതി ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഈശ്വരാനുഭൂതി ഉണ്ടാവണം, ഭഗവദനുഗ്രഹം ഉണ്ടാവണം, മോക്ഷാനുഭൂതി കൈവരിക്കണം എന്നുള്ള മഹത്തായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പൂർവികാചാര്യന്മാർ നമുക്ക് ക്ഷേത്രങ്ങളെ, ക്ഷേത്ര അനുഷ്ഠാനങ്ങളെ, ക്ഷേത്ര ആചാരങ്ങളെ ഒക്കെ വിധിച്ചിട്ടുള്ളത്.
അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാവണം എന്നുള്ള അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമുക്ക് ചില വ്രതങ്ങൾ, വ്രതാനുഷ്ഠാന മാസങ്ങൾ, ഇതേപോലെയുള്ള സത്സംഗങ്ങൾ, നാമജപ യജ്ഞങ്ങൾ, പുരാണപാരായണ യജ്ഞങ്ങളൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളത്. നമുക്കും തന്നെ ദേവിയുടെ അപാരമായിട്ടുള്ള കാരുണ്യത്താൽ, ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്താലും കാടാമ്പുഴ ദേവിയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് രാമായണം വായിക്കാനും കേൾക്കാനുമുള്ള അവസരം ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിൽ അതിപ്രാചീന കാലം മുതൽക്കു തന്നെ ഈ കർക്കിടക മാസത്തെ വ്രതാനുഷ്ഠാന മാസമായിട്ടാണ് നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് ഈ വ്രതം എന്ന് വെച്ചാൽ, ഉറിഞ്ഞ് വരണേ എന്ന ധാതുവിൽ നിന്നാണ് വ്രതം എന്ന ശബ്ദമുണ്ടാകുന്നത്. ഉറിഞ്ഞിലെ ഞകാരം ലോപിച്ച പൂവും ഉറ് എന്ന് ശേഷിക്കും. ഉറ് എന്നതുള്ള ധാതുവിനെ വരിച്ചനുഷ്ഠിക്കുക, വരിച്ചാചരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഭക്തിശ്രദ്ധയോടു കൂടിയിട്ടുള്ള വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മുടെ മനസ്സിലെ മനോമാലിന്യങ്ങളും കർമ്മവാസനകളും കലിദോഷങ്ങളും ഒക്കെ നശിച്ച് മനസ്സ് ശുദ്ധമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. അതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള, ആധ്യാത്മികവും ലൗകികവുമായിട്ടുള്ള ഉന്നതി വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്രതങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് അനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വ്രതങ്ങളൊക്കെ നമുക്കുണ്ട്. ഇപ്പോൾ ഏകാദശി വ്രതം, സോമവാര വ്രതം, അഷ്ടമിരോഹിണി വ്രതം മുതലായതൊക്കെ ഒരു ദിവസം കൊണ്ട് അനുഷ്ഠിച്ച് പൂർത്തിയാക്കേണ്ട വ്രതങ്ങളാണ്. അപ്പം മാസങ്ങളോളം അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഇപ്പം ഈ വൈശാഖം ഒരു മാസം, മണ്ഡലം 41 ദിവസം. ഇതൊക്കെ നമ്മൾ വ്രതാനുഷ്ഠാനമായിട്ടാണ് ആചരിച്ചു വരുന്നതും കൊണ്ടാടി വരുന്നതും. അതേപോലെ തന്നെ നവരാത്രി 9 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതേപോലെയുള്ള വ്രതാനുഷ്ഠാന മാസമാണ് ഈ കർക്കിടക മാസം. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ കർക്കിടക മാസത്തെ വ്രതാനുഷ്ഠാനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ഒരുപാട് സവിശേഷതകളാണ് കർക്കിടക മാസത്തിലുള്ളത്. എന്തൊക്കെ സവിശേഷതകൾ? ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന പൂജ, സൽക്കർമ്മങ്ങൾ, നാമജപം, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ഇതിനൊക്കെ അക്ഷയമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. ഔഷധ സേവ, അതേപോലെ തന്നെ സുഖചികിത്സ, ഇതൊക്കെ നടത്താനുള്ള ഈ കർക്കിടക മാസത്തിലാണ് നമ്മൾ നടത്തുക പതിവ്. മാത്രമല്ല, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആനകൾക്ക് പോലും സുഖചികിത്സ നടത്തുന്ന സമയമാണ് കർക്കിടക മാസം. മഴക്കാലത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ്. ഇപ്പം എന്തോ ചെറിയൊരു ഒഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മഴയുടെ വലിയ മൂർധന്യത്തിൽ നിന്ന്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിഷമാവും, യാത്ര ചെയ്യാൻ വിഷമാവും. ഇതൊക്കെ കർക്കിടക മാസത്തിൻ്റെ സ്വഭാവമാണ്. പണ്ട് പറയുക കള്ളക്കർക്കിടകം എന്നാണ് പറയുക. വെച്ചാൽ എന്താണ്? ക്ഷാമം. ഇപ്പം പിന്നെ ക്ഷാമം ആർക്കും ഇല്ല. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സുഭിക്ഷമായിട്ട് നമുക്ക് പലയിടത്തുനിന്നും കിട്ടാണ്ടാവുകൊണ്ട് ആർക്കും പണ്ടത്തെ പോലെയുള്ള ക്ഷാമമൊന്നും ഇന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കർക്കിടക മാസത്തെ ഇപ്പം നമ്മളിപ്പോൾ രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ്. ഇപ്പോൾ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മാസങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ വായിക്കാൻ ഇന്ന മാസത്തിലേ വായിക്കാൻ പാടുള്ളൂ, ഇന്ന മാസത്തിലേ കേൾക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. സദാസമയവും നമുക്ക് രാമായണം വായിക്കാം. നിങ്ങൾ പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഈ രാമായണ മാസം എന്നുള്ള പേര് തന്നെ വന്നു തുടങ്ങിയിട്ടുള്ളത് ഒരു 10-25 കൊല്ലങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുമ്പേ കർക്കിടക മാസത്തെ രാമായണ മാസം എന്നൊന്നും പറയില്ല. കർക്കിടക മാസാചരണം അങ്ങനെയാണ് നമ്മളതിനെ ആഘോഷിച്ചു വന്നിരുന്നത്. സദാസേവ്യ സദാസേവ്യ. രാമായണം, ഭാരതം, ഭാഗവതം മുതലായ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ എന്നും നമ്മുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്തിരുന്നു, ദേവീ മഹാത്മ്യമടക്കമുള്ളത്. പക്ഷേ ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് മഹാകവി വള്ളത്തോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ രാമായണം, ഭാരതം, ഭാഗവതം, ദേവീ മഹാത്മ്യം ഇതിൽ നിന്നുള്ള സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരുന്നത്. നമ്മൾ ഈ സംസ്കാരവും പരിഷ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒരു കവിതയുടെ ഓർമ്മ വരികയാണ്. അമ്മയും മകനും തുഞ്ചനും. പഴയ കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു പാഠമാലയാണ്. എന്താണ് അതിൻ്റെ ചുരുക്കം? NV കൃഷ്ണവാര്യരാണ് അത് എഴുതിയിട്ടുള്ളത്. ഒരമ്മയും മകനും ഉണ്ട്. അപ്പോൾ മകൻ
സ്കൂളിലേക്ക് ചേർത്തു. സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ച് രാമായണത്തെക്കുറിച്ച് ഒക്കെ കവിതാഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ല. അറിയാൻ കഴിഞ്ഞില്ല തുഞ്ചനെ അറിഞ്ഞിട്ടു കാര്യമെന്തിരിക്കുന്നു എന്നുള്ള മട്ടാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കോളേജിൽ ചേർന്ന് പുതിയ അത്യന്താധുനിക വിഷയങ്ങളൊക്കെ എടുത്ത് പരീക്ഷയൊക്കെ പാസ്സായി അതിഗംഭീരമായിട്ടുള്ള ബിരുദമൊക്കെ സമ്പാദിച്ചപ്പോൾ ബിരുദം ഇപ്പോൾ ഫോറിനിലാണ്, വിദേശത്താണ് ജോലി ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്തുമസ് വന്നു. നാട്ടിലേക്ക് വരും ക്രിസ്തുമസിന്. അമ്മയ്ക്ക് എഴുതി, അമ്മേ ഞാൻ അടുത്ത ഇതിൽ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു മാസത്തോളം ലീവുണ്ട്, അമ്മയോടൊപ്പം ഉണ്ടാവും. ഞാൻ എന്തൊക്കെ അമ്മയ്ക്ക് കൊണ്ടുവരേണ്ടത്, ഇന്നത്തെ അത്യന്താധുനിക ഉപകരണങ്ങളുടെ ഒക്കെ ഒരു നീണ്ട പട്ടിക അമ്മയ്ക്ക് മകൻ എഴുത്തുകൂടെ അറിയിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ എഴുത്ത് വായിച്ചു. അമ്മ എഴുത്ത് വായിച്ചിട്ട് എനിക്ക് ഈ പറഞ്ഞതൊന്നും ആവശ്യമില്ല, എനിക്ക് എന്താ വേണ്ടത്, കുട്ടാ കീറിയൻ രാമായണം. ഞാൻ രാമായണം വായിക്കുക പതിവായിട്ടുണ്ട് എന്ന് നിനക്കറിയാമല്ലോ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത് ഇന്നും മുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പല ഏടുകളും ഇട്ടിട്ടുണ്ട്, അക്ഷരങ്ങളും പതിയില്ല, കണ്ണാണെങ്കിൽ കാഴ്ച കുറഞ്ഞു വരികയാണ്. നീ വരുമ്പോൾ നല്ല വടിവത്ത അക്ഷരമുള്ള ബൈൻഡ് ചെയ്ത നല്ലൊരു രാമായണമാണ് എനിക്ക് കൊണ്ടുവന്നു തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കണ്ടറിഞ്ഞിരിക്കുന്നു തുഞ്ചനെ. അമ്മയ്ക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ്, കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹിമ, എന്താണ് രാമായണത്തിൻ്റെ മഹത്വം എന്നൊക്കെ അമ്മയ്ക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബിരുദധാരിയും ഉദ്യോഗസ്ഥനുമായിട്ടുള്ള മകനത് അറിയുകയും ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോൾ അതാണ് സംസ്കാരവും പരിഷ്കാരവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് പരിഷ്കാരികളായി തീർന്നിരിക്കുകയാണ്. ആ പരിഷ്കാരം കൊണ്ട് നമ്മുടെ തനതായിട്ടുള്ള ഇതൊക്കെ വിട്ടുപോയി. അപ്പോൾ ഈ അന്ധമായിട്ടുള്ള പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ തള്ളിക്കയറ്റം നിമിത്തം നമ്മുടേതായിട്ടുള്ള സനാതനമായിട്ടുള്ള ധർമ്മങ്ങൾക്കൊക്കെ മങ്ങലേറ്റിരിക്കുകയാണ്. ആ മങ്ങലേറ്റിട്ടുള്ള ആ പ്രാചീന സംസ്കൃതിയെ വീണ്ടും ഇവിടെ പുനഃസ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ചില ആളുകളുടെയൊക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കർക്കിടത്തിലെങ്കിലും രാമായണം മുതലായിട്ടുള്ള പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആളുകളുടെ ധാരണ എന്താണ്, രാമായണം മറ്റേതെങ്കിലും ദിവസത്തിൽ വായിക്കുകയെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുക. ഇപ്പം എന്താ കർക്കിടക മാസം രാമായണം വായിക്കുക എന്നൊക്കെ ആളുകൾ ചോദിക്കുക. പക്ഷേ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് രാമായണം വായിക്കാം, അതിന് നിശ്ചയമോ ഇതൊന്നും തന്നെ ഇല്ല. പണ്ടൊക്കെ എല്ലാ വായിച്ചിരുന്നില്ല വീട്ടുകളിലൊക്കെ. ആ സ്ഥിതി ഇപ്പോഴും തുടർന്ന് പോവുക എന്നേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ പല വിശേഷപ്പെട്ട ദിവസങ്ങളും പല വിശേഷപ്പെട്ട ഇതും ഉള്ളതാണ് കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൽ എന്താണ്, ഇപ്പോൾ ഇനി കർക്കിടക വാവ് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 24-ാം തീയതി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ. അതേപോലെ ഇനി ഗുരുപൂർണിമ സൂചനം അത് കഴിഞ്ഞു കൊല്ലോട്ടോ. അത് നേരത്തെയാണ് വരാറുള്ളത്. സാധാരണ എങ്ങനെയാ വെച്ചാൽ ഗുരുപൂർണിമ കർക്കിടക മാസത്തിലാണ് അധികം വരാറുള്ളത്. പക്ഷേ കൊല്ലം ജൂലൈ 10-ാം തീയതി അത് കഴിഞ്ഞ് ആചരിച്ചു പോയി. ഗുരുനാഥന്മാരെയൊക്കെ ബഹുമാനിക്കാനുള്ള സമയം, ചാതുർമാസ്യ കാലം. ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പോലും ഈ സമയത്തെ നമുക്ക് രാമായണം ആ ഭാഗത്തെത്തുമ്പോൾ അറിയാൻ കഴിയും. സീതയെ അന്വേഷിച്ചിട്ട് പോവുകയാണ്. സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം കൊടുത്ത് സുഗ്രീവനോട് പറയുകയാണ്, സുഗ്രീവ അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാവാം നമുക്ക് സീതാന്വേഷണം. ഇവിടെ ഇപ്പോൾ ചാതുർമാസ്യകാലമാണ്, കർക്കിടക മാസമാണ്. വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈശ്വരപൂജയോടുകൂടി കഴിയേണ്ട സമയമാണ്. പണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥന്മാരും സന്യാസിമാരും എന്ന് വേണ്ട എല്ലാവരും അവരുടെ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ വ്രതാനുഷ്ഠാനത്തോടുകൂടി കഴിഞ്ഞിരുന്നു ഈ കർക്കിടക മാസത്തെ. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പോലും അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അധ്യപ്രവൃത്തി ചാതുർമാസ്യമാകുലാൽ. ഈ ചാതുർമാസ്യം, ഈ കർക്കിടക മാസം അത് ഞാൻ സഹോദരനായ ലക്ഷ്മണകുമാരനുമായി ഇരുന്നു കൊണ്ട് ഈശ്വര സേവ ചെയ്തുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ കഴിയാം. അത് കഴിയുമ്പോഴൊക്കെ വാനരന്മാരെ സമ്പാദിച്ചുകൊണ്ട് വാനരൻ കൂടിയിട്ട് ശേഖരിച്ചുകൊണ്ട് സീതാന്വേഷണത്തിന് വരൂ എന്നിട്ടാവാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമസ്വാമി പോലും ഇതിനെ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പം അങ്ങനെയായിട്ട് പറയുമ്പോൾ കർക്കിടക മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള മാസത്തിലാണ് നമുക്ക് ദേവിയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് രാമായണം വായിക്കാനും കേൾക്കാനും ഇടയായിട്ടുള്ളത്. ഇപ്പം നമുക്ക് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദി
കാവ്യം രാമായണം, ആദികവി വാൽമീകി. നമുക്ക് 2 ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. വേദവ്യാസ മഹർഷിയാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത്. 1,25,000-ഓളം ശ്ലോകങ്ങളുള്ള ബൃഹത്തും മഹത്വമായിട്ടുള്ള ഗ്രന്ഥതലജമാണ് മഹാഭാരതം. മഹാഭാരതത്തിലില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ മഹാഭാരതത്തിലുണ്ട്. ധർമ്മേ ഹ്യർത്ഥേച്ച കാമേച്ച മോക്ഷേച്ച പരദർഷഭ യതിഹാസ്തി തതന്യത്ര എന്നോഹാസ്തി ന തത് ക്വചിത്. വേദവ്യാസ മഹർഷി അടിവരയിട്ടുകൊണ്ട് മഹാഭാരതത്തിൽ പറയുകയാണ്. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. അപ്പോൾ വേദവ്യാസ മഹർഷിയും വാൽമീകി മഹർഷിയുമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതിഷ്ഠാപകന്മാർ. നമുക്കറിയാനും മനസ്സിലാക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാരതീയ സംസ്കാരം, സനാതനധർമ്മം മുഴുവൻ തന്നെ പറയുന്നത് ഈ പുരാണ ഇതിഹാസങ്ങളിൽ കൂടെയാണ്. വേദോപനിഷത്തുക്കളാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതാണ്? വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെയാണ്. പക്ഷേ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ വിഷമമായപ്പോഴാണ് വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള ഋഷീശ്വരന്മാരെ വേദോപനിഷത്ത് വിഹിതമായിട്ടുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ള അവസരം വന്നപ്പോൾ വ്യാസൻ, വാൽമീകി മുതലായിട്ടുള്ള ഋഷീശ്വരന്മാരെ അവയെ കഥാസ്വരൂപത്തിൽ ഇതിഹാസങ്ങളും പുരാണങ്ങളുമായി തീർത്തു. രാമായണം, മഹാഭാരതം, മറ്റ് ഭാഗവതം മുതലായിട്ടുള്ള പുരാണങ്ങളൊക്കെ ആക്കി തീർക്കുകയാണ്. അതിലൊക്കെ പറയണത് എന്താണ്? വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും സാരമാണ്. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഴുവൻ സ്വരൂപവുമാണ് അതിൽ കൂടെ നമുക്ക് പറഞ്ഞത്. നമ്മളെങ്ങനെ ജീവിക്കണം, വേദത്തിനേക്കാളും ഉപനിഷത്തിനേക്കാളും പ്രാധാന്യമാണ് പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും. മഹാദേവൻ തന്നെ പാർവതീദേവിയോട് ഒരു തവണ പറയുന്നുണ്ട്. എന്താണ്? ഈ ദേവി പാർവതി വേദാർത്ഥാദധികം മന്യേ പുരാണാർത്ഥം വരാനനെ. വേദത്തിൻ്റെ അർത്ഥത്തിലും വലുതായിട്ടുള്ള അർത്ഥമാണ് ഇതിഹാസം. രാമായണത്തിനും മഹാഭാരതത്തിനും പുരാണങ്ങൾക്കുമുള്ളത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സംഘബ്രഹ്മയിൽ. വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇതിഹാസങ്ങളിൽ കൂടെയും പുരാണങ്ങളിൽ കൂടെയുമാണ് വേദാർത്ഥം പ്രകാശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാമായണത്തിലേക്ക് നമുക്കൊന്ന് ഇനി പ്രവേശിക്കാം. അപ്പോൾ ആ രാമായണം വാൽമീകി മഹർഷിയാണെന്ന് പറഞ്ഞു. വാൽമീകി മഹർഷി ആദ്യം മഹർഷിയായിട്ടല്ല വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു. ബ്രാഹ്മണ ജന്മമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനാരാണെന്ന് അറിയണ്ടേ? ബ്രാഹ്മണൻ. കൃണി എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, ഒരു തേജസ്വി, ഒരു ഋഷിയുണ്ട്. അദ്ദേഹം ഇത് പറയുന്നത് ആനന്ദരാമായണം, കമ്പരാമായണം മുതലായിട്ടുള്ളതിലാണ്. അധ്യാത്മരാമായണത്തിൽ വായിച്ചാൽ കാണില്ല. അദ്ദേഹം വലിയ തപസ്വിയും ജ്ഞാനിയും ഒക്കെയാണ്. അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീര്യം അത് നിലത്ത് പതിക്കുന്നു. അതിനെ ഒരു സർപ്പിണി, ഒരു പെൺപാമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ വീര്യത്തെ വിഴുങ്ങുന്നു, മഹർഷിയുടെ വീര്യത്തിനെ. അപ്പോൾ അങ്ങനെ ആ വീര്യം വിഴുങ്ങിയതിൻ്റെ ഫലമായി ആ സർപ്പിണി, ആ പെൺപാമ്പ് ഗർഭം ധരിക്കുന്നു. പ്രസവിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യക്കുട്ടിയാണ്. ആ കുട്ടിയെ എന്ത് ചെയ്തു? അവിടെ ഈ കാട്ടുവർഗ്ഗക്കാരും പാമ്പ് അതിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ആ കുട്ടിയെ വളർത്തുന്നത് അവിടെയുള്ള ഈ കാട്ടുവർഗ്ഗക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ വളർന്നു കൂടി പിടിച്ചുപറിക്കാർ, കൊള്ളക്കാർ, കള്ളന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ള സഹവാസമാണ് ആർക്കുള്ളത്? ഈ കുട്ടിക്കുള്ളത്. രത്നാകരൻ എന്ന പേര്. അങ്ങനെ പല അധർമ്മ പ്രവൃത്തികളൊക്കെ ചെയ്തു, വിവാഹം കഴിച്ചു, കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഭാര്യ പുത്രന്മാരൊക്കെ ഉണ്ട്. ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് തട്ടിപ്പറിയും പിടിച്ചുപറിയും വഴിപോക്കരെ ആക്രമിക്കലും ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ജന്മനാ തന്നെ ഉള്ള സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. നമ്മളെങ്ങനെയാണ്, എന്താണോ കുട്ടിക്കാലത്ത് ശീലിച്ചിട്ടുള്ളത്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് നല്ല ശീലങ്ങൾ, നല്ല ആചരണങ്ങൾ, നല്ല പെരുമാറ്റം. കൗമാര ആചരയിൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിക. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരപ്രീതികരങ്ങളായിട്ടുള്ള ആ ഭാഗവത ധർമ്മങ്ങളെയൊക്കെ ആചരിക്കാനും ഒക്കെ തുടങ്ങണമെന്ന് പറയുകയാണ്. അപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുക. രത്നാകരൻ തൻ്റെ ശീലമൊന്നും ഒഴിവാക്കിയില്ല. അങ്ങനെ പിടിച്ചുപറിയും ഇതായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്ര എന്തുണ്ടാകുന്നത്? ഒരു ദിവസം പിടിച്ചുപറിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ആരെയും കാണാനില്ല വഴിയിൽ വല്ല മരങ്ങളുടെയൊക്കെ മറവിൽ അങ്ങനെ നിൽക്കുകയാണ് പതിവ്, ഇരിക്കുകയാണ് പതിവ്. വഴിയാത്രക്കാർ വരുന്ന കണ്ടാൽ
അവരുടെ നേലിക്കാൻ എടുത്തു ചാടി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുള്ള സർവസ്വം ഉപഹരിച്ച് എന്നിട്ട് അവരെ തള്ളി വീഴ്ത്തിയിട്ട് അതുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപജീവനം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ പുറപ്പെട്ടപ്പോൾ അന്നൊരു ആരും കാണാനില്ല. കുറേ ദിവസം നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു 7 ഋഷിമാരെ സപ്തർഷികളെ പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അങ്കിരസ്, വസിഷ്ഠൻ മുതലായ ഋഷീശ്വരന്മാർ, തപോധനന്മാർ എന്നാണ് അവരെ പറയുക. തപോധനന്മാരെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? തപസ്സുധനമായിട്ടുള്ളവർ എന്നർത്ഥം. നമുക്ക് ഭൗതികമായിട്ടുള്ള ധനം, അതായത് ഭൂമി, സ്വർണം, രൂപ, ഇതൊക്കെയല്ലേ നമ്മുടെ സൗഭികമായിട്ടുള്ള സമ്പത്ത്. മഹർഷിമാരുടെയും ഋഷീശ്വരന്മാരുടെയൊക്കെ സമ്പത്ത് എന്താണ്? തപസ്സാണ്. അവരാർജിച്ചിട്ടുള്ള തപസ്സാണ്. അതാണ് അവർ തപോധനന്മാർ എന്ന് പറയുക. അവർ അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാണ്ഡം കയ്യിലുണ്ട്, കമണ്ടിൽ കയ്യിലുണ്ട്, ജലപാത്രം. അതായിട്ട് ഏതാണ്ട് അടുത്ത് വന്നു നോക്കിയപ്പോൾ ഈ രത്നാകരന് തോന്നി ഇവരുടെ കയ്യിൽ എന്തുണ്ടാവും? സഞ്ചിയിലെ ഭാണ്ഡത്തിൽ എന്തെങ്കിലുമൊക്കെ വില പിടിച്ച സാധനങ്ങളുണ്ടാവും. ഉടനെ അവർ മുമ്പിൽ വന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് അങ്ങനെ എടുത്തു ചാടിയിട്ട് ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ഇവിടെ വെച്ച് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തി. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അവർ മഹാത്മാക്കളായിട്ടുള്ള ആളെങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ ക്ഷേമമുണ്ടാവണം, സമൂഹത്തിന് മുഴുവൻ തന്നെ നന്മ വരണം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഇതാണ് അവരുടെ ചിന്താഗതി. ഇതാണ് നമ്മുടെ മുദ്രാവാക്യമൊക്കെ പണ്ടുണ്ടായിരുന്നത്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഉപനിഷത്തിലുള്ള പ്രാർത്ഥനകളാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും സുഖികളായിത്തീരണം, ആർക്കും രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്, എല്ലാവരും തന്നെ വിഷമമുണ്ടാവരുത് എന്നുള്ള ചിന്താഗതിക്കാരാണ് ഋഷിമാരൊക്കെ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിലുള്ള എന്താ വെച്ചാൽ തരാം, പക്ഷേ നീ എന്തിനാണിത് ചെയ്യണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ ഭാര്യ, കുട്ടികൾ ഇവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത് ഇങ്ങനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകണം ധനം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അധർമ്മമല്ലേ, പാപമല്ലേ, തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേ, ഞങ്ങളിതാ ഇവിടെ തന്നെ നിൽക്കാം, നീ വീട്ടിൽ ചെന്ന് നിൻ്റെ ഭാര്യ മക്കളോടൊക്കെ വിളിച്ച് ചോദിക്കേ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യണത്, നിങ്ങൾ കൂടി ഈ പാപത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, ദോഷത്തിൻ്റെ ഫലം അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വാ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓടിപ്പോവരുത്, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച് നിങ്ങൾ എവിടേക്കും പോവരുതേ പറഞ്ഞു. ഞങ്ങൾ സത്യമാണ്, ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അവർ ആ രത്നാകരൻ തൻ്റെ വീട്ടിലേക്ക് പോയി കുട്ടികളെയും ഭാര്യയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികൾ ചെയ്യുന്നത്, പിടിച്ചുപറിയും ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതിൻ്റെ പാപഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ അതോ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞു കൊടുക്കണത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നതേ വരൂ. അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നല്ലതായാലും ചീത്തയായാലും അത് അവരവർ തന്നെ അനുഭവിക്കുക, വേറെ ആരും തന്നെ അതിന് ഭാഗവെക്കാവില്ല. നിങ്ങളല്ലേ വേണ്ടാത് ചെയ്യണേ, നിങ്ങൾക്ക് പണിയെടുത്ത് നല്ല ശീലത്തോടു കൂടി ആചരിച്ച് ഞങ്ങളെ നിർത്തിക്കൂടെ, അതൊന്നുമല്ലല്ലോ നിങ്ങൾ ചെയ്യണേ, വേണ്ടാത്തത് നിങ്ങളല്ലേ ചെയ്യണേ, നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ രത്നാകരന് വളരെ മനസ്സിൽ വിഷമം തട്ടുകയാണ്, വളരെ നിരാശയോടുകൂടി തിരിച്ചു വരികയാണ്. ആ മഹർഷിമാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ ചോദിച്ചു വരുന്ന കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഭാവമാറ്റം ഉള്ള പോലെ തോന്നുകയാണ്. ഉടനെ എന്താണ് നീ ഇങ്ങനെ, എന്താ അവർ പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. രത്നാകരൻ പറഞ്ഞു, എനിക്ക് ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള ദോഷത്തിൽ നിന്ന് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുക, അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ ഒന്ന് ഉപദേശിച്ചു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനും പരിഹാരമായിട്ടുള്ളതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാമ എന്നുള്ള മന്ത്രം. ആ രാമമന്ത്രത്തിൻ്റെ മഹിമ എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. മഹാദേവൻ കൈലാസത്തിലിരുന്നു കൊണ്ട് പാർവതിയോട് കൂടിയിട്ട് എന്താണ്, രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ. മഹാദേവൻ പാർവതീദേവിയോട് കൂടിയിട്ട് രാമ 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 എന്നുള്ള താരക ബ്രഹ്മമന്ത്രമാണ് സദാസമയവും ജപിച്ചു കൊണ്ടിരിക്കുന്നത്. നീ വിഷമിക്കേണ്ട, അല്ലയോ രത്നാകര, നിൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് നിനക്ക് ജപിക്കാനുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാം, അതിന് നീ ഉരുവിട് എന്ന് പറയുകയാണ്.
അപ്പോൾ രാമ എന്ന് ഈ ഉരുവിട എന്ന് പറഞ്ഞു. പക്ഷെ അവനത് പറയാൻ പറ്റണില്ല. ഈ പാപം ചെയ്തവർക്ക്, അധർമ്മം ചെയ്തവർക്ക്, വേണ്ടാത്തത് ചെയ്തവർക്കൊന്നും ഈ ഇതേപോലെയുള്ള സത്സംഗങ്ങളിലോ അല്ലെങ്കിൽ നാമം ജപിക്കുന്നിടത്തോ പുരാണപാരായണം നടക്കുന്നിടത്തോ ഒന്നും വരാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം എന്താണ്? അവരുടെ പാപത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ 2 വൃക്ഷങ്ങളുടെ നടുവിൽ കൊണ്ടുപോയിട്ട് അവനെ നിർത്തുന്നു. നിനക്ക് മര എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. അത് ഞാനൊരു വിധം പറയാമെന്ന് പറഞ്ഞു. അത് നീ ആവർത്തിച്ചങ്ങോട്ട് ചൊല്ലേ, മര 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 എന്നങ്ങനെ ആയപ്പോഴേക്ക് എന്തായിത്തീരണു? രാമ 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 എന്നായിത്തീരണു. നീ കുറച്ചു കാലം ഇത് ജപിച്ച് ഇവിടെ ഇരിക്കൂ. ഞങ്ങളിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നതല്ല, യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നതാണ്, വേറെ വഴിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ കൃഷിമാർ യാത്രയാരംഭിച്ചു. ഈ രത്നാകരൻ താൻ ചെയ്തിട്ടുള്ള പാപകർമ്മത്തിൽ നിന്ന് തനിക്ക് മോചനം ലഭിക്കണം, തനിക്ക് രക്ഷ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭക്തി ശ്രദ്ധയോടുകൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തിരുനാമം രാമ 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 എന്നങ്ങനെ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു, വർഷങ്ങൾ നീളണു, ഇരുന്ന് നിൽക്കുന്ന അനക്കല്ല. അവിടെ മാത്രമല്ല, ആദ്യമൊക്കെ കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, പിന്നെ ഭക്ഷണമില്ല, പിന്നെ വെള്ളം കുടിച്ചിരുന്നു, വെള്ളമില്ല, വായു മാത്രം ഭക്ഷിച്ചു കൊണ്ടങ്ങനെ തപസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ദിക്കിൽ നീട്ടില്ലെങ്കിൽ എന്താണ്? ദേഹത്തിൽ ചളി വരും, അഴുക്ക് വരും, മറ്റ് മണ്ണ് വന്നു പെടും. കുറേ കൂടി കഴിയപ്പോഴേക്ക് ദേഹം മുഴുവൻ തന്നെ മണ്ണ് വന്ന് മൂടി പുറ്റായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ രത്നാകരൻ രാമ 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 എന്നങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മഹർഷിമാർ അവിടുന്ന് പോയിട്ട് അവരുടെ കാര്യമൊക്കെ സാധിച്ചു കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ആ വഴിയെ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഒരു മഹർഷി, നമ്മളിവിടെയല്ലേ രാമനാമം ചെല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിരുന്നത്, ആളെ കാണാമല്ലോ, ഇവിടെ ആൾ ഓടിപ്പോയോ? അപ്പോഴാണ് ആ സ്ഥാനത്ത് എന്ത് കാണുന്നത്? മൺപുറ്റ് കാണുന്നത്. അപ്പോൾ ഉടനെ അതിലൊരു മഹർഷി തൻ്റെ കമണ്ഡലുവിൽ നിന്ന് കുറച്ച് തീർത്ഥജലമെടുത്ത് ജപിച്ച് ആ മൺപുറ്റിലേക്ക് അങ്ങോട്ട് തളിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മൺപുറ്റ് അങ്ങോട്ട് 2ആയിട്ട് വിടരണു, അങ്ങോട്ട് പിളർക്കണു. അതിൽ നിന്ന് ദിവ്യനായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള പ്രകാശസ്വരൂപിയായിട്ടുള്ള ഒരു മഹാത്മാവ് ഉത്ഥാനം ചെയ്ത് എഴുന്നേൽക്കുന്നു. സംസ്കൃത ഭാഷയിലെ വൽമീകം എന്ന് വെച്ചാൽ പുറ്റിന് വൽമീകം എന്നാണ് പറയുക, മൺപുറ്റിന് വൽമീകം എന്നാണ് പറയുക. മൺപുറ്റിൽ നിന്നുണ്ടായവൻ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഇനി എന്തായിത്തീരും? വാൽമീകി എന്ന പേരിൽ ലോകം അറിയപ്പെടും എന്ന അദ്ദേഹത്തിന് പുതിയൊരു നാമവും ആ ഋഷിമാർ കൊടുത്തു. അങ്ങനെ പിടിച്ചുപറിക്കാരനായിട്ടുള്ള രത്നാകരൻ രാമനാമം ജപിച്ച് സിദ്ധി വന്ന് വാൽമീകിയായി തീർന്നു. അദ്ദേഹം ആ മഹർഷിമാരെ നമസ്കരിച്ചു. നിങ്ങളുടെ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് എൻ്റെ പാപമൊക്കെ നശിച്ച് എനിക്ക് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്ന് പറഞ്ഞ് അവർ നമസ്കരിക്കുന്നു. അവർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവർ യാത്രയാകുന്നു. പിന്നീട് വാൽമീകി മഹർഷി ആ സരയൂ നദീ തീരത്ത് ഒരു ആശ്രമമൊക്കെ പണിത് ഈശ്വരനെയും സേവിച്ചുകൊണ്ട് തപസ്വാധ്യായ നിരതനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം അദ്ദേഹമാണല്ലോ ഇപ്പോൾ രാമായണം എഴുതിയത്. ഇപ്പം രാമായണം എഴുതാനും ഇതേപോലെ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അദ്ദേഹം ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനു വേണ്ടി സരയൂ നദിയിലേക്ക് പോയതാണ്. സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ വഴിയിലൊരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ കൊമ്പിൽ 2 ഇണപ്പക്ഷികൾ ഉണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ആൺപക്ഷിയും പെൺപക്ഷിയാണ്. അവരങ്ങനെ കളകൂജനം പൊഴിച്ചുകൊണ്ട് അവിടെ ആ കൊമ്പിലിരിക്കുന്നുണ്ട്. അപ്പം നേരെ വിപരീത ദശയിൽ നിന്ന് ഒരു വേടൻ, ഒരു കാട്ടാളൻ അമ്പും വില്ലുമായിട്ട് വേട്ടയാടാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോഴാണ് പക്ഷികളുടെ ശബ്ദം കേൾക്കണത്. അപ്പം ആ പക്ഷികളെ പക്ഷികളാവട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണോ, ആ ഒരു ശരമെടുത്ത് ഒരു പക്ഷിയെ ലക്ഷ്യം വെച്ച് അയക്കുന്നു. ആ ലക്ഷ്യം ഒരു പക്ഷിയിൽ ചെന്ന് തറച്ച് അത് വീണ് വാവിട്ട് അത് ചത്തു വീഴുന്നു. മറ്റേ പക്ഷി ഇത് കണ്ട് ചിറകിട്ടടിച്ച് നിലവിളിക്കുന്നു. ഈ ദൃശ്യം വാൽമീകി മഹർഷി കാണുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ കാഴ്ച കണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ശോകമുണ്ടായി. ശോകം എന്ന് വെച്ചാൽ ദുഃഖം. ആ ശോകം
ഒരു ശ്ലോകമായിട്ട് വരികയാണ്. ശ്ലോകത്വമാകത. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ശോകം ഒരു ശ്ലോകമായിട്ട് പുറമേക്ക് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി അങ്ങോട്ട് വരുന്നു. ആ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ ആ ബീജം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മാ നിഷാദ പ്രതിഷ്ഠാത്വമകമൽ ശശ്വതീ സമാ യത് ക്രൗന്ത്യമിഥുനാദേകം അവധീഹി കാമമോഹിതം. ഇതാണ് ആ ശ്ലോകം. വളരെ ചെറിയൊരു അനുഷ്ഠുപ വൃത്തത്തിലുള്ള ശ്ലോകമാണ്. ഛന്ദോനിബദ്ധമായിട്ടുള്ള ആദ്യത്തെ പദ്യമാണ്. വാൽമീകി മഹർഷിയാണ് അത് എഴുതുന്നതും തന്നെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിന് ബഹുവിധത്തിലുള്ള ബാഹ്യമായിട്ടുള്ള അർത്ഥം, വ്യംഗ്യമായിട്ടുള്ള അർത്ഥം, പദാർത്ഥം, വാച്യാർത്ഥമൊക്കെ ഉള്ള വലിയ ശ്ലോകമാണ്. അനുഗ്രഹസ്വരൂപമായിട്ടുള്ള അർത്ഥം, ശാപസ്വരൂപമായിട്ടുള്ള അർത്ഥം ഒക്കെ ഈ ശ്ലോകത്തിനുണ്ട്. ഈ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് മറ്റൊന്നിനെ തീരാ ദുഃഖത്തിലാക്കിയിട്ടുള്ള അല്ലയോ നിഷാദ, വേട, നിനക്ക് നാശം സംഭവിക്കട്ടെ എന്ന് അതിന് ഒരർത്ഥം, ശാപസ്വരൂപത്തിലുള്ള അർത്ഥം. പിന്നെ അതിൻ്റെ അനുഗ്രഹസ്വരൂപത്തിലുള്ള അർത്ഥം എന്താണ്? രാവണമണ്ഡോദരിമാരാകുന്ന ദമ്പതിമാരിൽ രാവണനെ വധിച്ച് ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ധർമ്മവും പുനഃസ്ഥാപിച്ചിട്ടുള്ള അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമിൻ, അവിടുന്ന് വിജയിച്ചാലും എന്നൊരർത്ഥം കൂടി അതിൽ അനുഗ്രഹ സ്വരൂപത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ രാമകഥ മുഴുവൻ തന്നെ ഈ ശ്ലോകത്തിൽ അന്തർലീനമായിട്ടുണ്ട്. ഇതും ജപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അത്ഭുതമുണ്ടാകുന്നത്. സാക്ഷാൽ ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തു നിന്ന്, സത്യലോകത്തു നിന്ന് ഹംസവാഹനനായിട്ട് ഈ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുന്നു. വാൽമീകി എഴുന്നേറ്റ് ചെന്ന അദ്ദേഹത്തെ ഉപചാരപൂർവ്വം സ്വീകരിച്ച് ആസനമൊക്കെ കൊടുത്ത് കാല് കഴുകിച്ച് പൂജിച്ച്, അങ്ങ് സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിരുന്നല്ലോ, എന്താവോ അവിടുത്തെ എഴുന്നള്ളത്തിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങ് സന്ധ്യാവന്ദനം കഴിഞ്ഞ ഇണപ്പക്ഷികളെ വേടൻ അമ്പ് ചെയ്തപ്പോൾ അങ്ങയുടെ മനസ്സിൽ ശോകമുണ്ടാകുകയും ആ ശോകം ഒരു ശ്ലോകമായിട്ട് പരിണമിക്കുകയും ചെയ്തുവല്ലോ. ആ ശ്ലോകം രാമായണമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ ബീജമാണ്. ലോകക്ഷേമത്തിനു വേണ്ടി അങ്ങത് വിസ്തരിച്ച് പ്രതിപാദിക്കണം. രാമകഥ ആ ശ്ലോകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വളരെ വിസ്തരിച്ച് അങ്ങത് എഴുതി തീർക്കണമെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ഒരു ആൽവൃക്ഷം നോക്കൂ. വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽവൃക്ഷത്തിൻ്റെ പൂർവ്വരൂപം എന്താണ്? ചെറിയൊരു വിത്താണ്. ആ വിത്ത് മുളച്ച് പട്ടിട്ടാണ് പടർന്ന് പന്തലിച്ച് ഇത്രയും വലിയ ആൽവൃക്ഷമാകുന്നത്. അപ്പോൾ ഈ ശ്ലോകമാണ് വാൽമീകി അങ്ങയ്ക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ബ്രഹ്മദേവൻ യാത്രയാകുന്നു. ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി ആ ശ്ലോകത്തെ മാ നിഷാദ പ്രതിഷ്ഠാത്വം മകമൽ ശശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേകം അവധീഹി കാമമോഹിതം എന്നുള്ള ശ്ലോകത്തെ 24,000 ശ്ലോകങ്ങളിലായിട്ട് 6 കാണ്ഡങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കണു. അപ്പം അങ്ങനെയാണ് നമുക്ക് വാൽമീകി രാമായണമാകുന്ന ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ രാമായണം ഉണ്ടായ സംഭവം ഇങ്ങനെയാണ്. ആ രാമായണം, വാൽമീകി രാമായണത്തിൻ്റെ മാഹാത്മ്യം പറയുന്നത് എവിടെയാണ്? സ്കന്ദപുരാണം അഷ്ടോത്തരഖണ്ഡത്തിലാണ്. വളരെ വിശേഷപ്പെട്ടതായിട്ട് 6 അധ്യായങ്ങളിലായിട്ടാണ് അതിൻ്റെ മാഹാത്മ്യം പറയുന്നത്. അതായത് ഓരോ ഗ്രന്ഥങ്ങളാവുമ്പോൾ അതിൻ്റെ മാഹാത്മ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഭാഗവതം നമ്മൾ സപ്താഹമൊക്കെ നിങ്ങൾ കേൾക്കുന്നവരാണ്. ദേവി ഭാഗവതം നവാഹമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ മാഹാത്മ്യം വായിക്കലും അതിൻ്റെ അർത്ഥം പറയലും ഉണ്ടാവും. അത് വേറെ ചില ഗ്രന്ഥങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആ ദേവി ഭാഗവതത്തിലോ അല്ലെങ്കിൽ ഭാഗവതത്തിലൊന്നും ആവില്ല ഇതിൻ്റെ മാഹാത്മ്യം ഉണ്ടാവുക. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഏതിലാണ്? പത്മപുരാണത്തിലെ. ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എവിടെയാണ്? സ്കന്ദപുരാണത്തിലെ. ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ അതിൽ വളരെ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് അതിൻ്റെ മാഹാത്മ്യത്തെ വളരെ വിസ്തരിച്ച് തന്നെ അവിടെ പറയുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ വളരെ ഈ സൂതനും ശൗനകനും തമ്മിലുള്ള സംവാദത്തിൽ കൂടെയാണ് അവിടെ മാഹാത്മ്യത്തെ പറയണത്. സൂതശൗനക സംവാദം. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ തന്നെ സൂതശൗനക സംവാദമാണ്. അതെങ്ങനെ വെച്ചാൽ കലികാലത്തിൻ്റെ ആരംഭത്തിൽ ഗംഗാതീരത്തുള്ള നൈമിഷാരണ്യത്തിലെ
ശൗനകാദികളായിട്ടുള്ള ഋഷീശ്വരന്മാരെ കലിദോഷം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ടുള്ള സത്രം യാഗം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യാഗശാലയിലേക്കാണ് ആര് കയറി വരുന്നത്? ഈ സൂതൻ ആരാണ്? വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനും പുരാണകഥകൾ പറയുന്നതിൽ അതിസമർത്ഥനുമാണ്. സൂതൻ അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ഉത്തമമായിട്ടുള്ള ആസനത്തിലിരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കലികദോഷങ്ങളെ കൊണ്ട് എല്ലാവരുടെയും മനസ്സ് ആവിലമാണ്, ശാന്തി സമാധാനം സ്വസ്ഥതയില്ല, എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ എന്തു ചെയ്താൽ കലിദോഷത്തിൽ നിന്ന് രക്ഷ നേട്ടാൻ സാധിക്കും? ഈശ്വരപ്രസാദം നമുക്ക് എങ്ങനെയുണ്ടാവും? എങ്ങനെയാണ് നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹവും മുക്തിയും സാധ്യമാവുക എന്നൊക്കെയാണ് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയണത്, അതിന് ഒക്കെ ഒറ്റ ഉത്തരമായിട്ട് വാൽമീകി മഹർഷി രചിച്ചിട്ടുള്ള ആ രാമായണത്തെ വേണ്ട പോലെ വായിക്കുക, അത് നവാഹമായിട്ട് കേൾക്കുക, അതാണ് അതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. രാമായണം മഹാകാവ്യം സർവവേദേഷു സമ്മതം സർവപാപശമനം ദുഷ്ടഗ്രഹ നിവാരണം. ഈ രാമായണം എന്ന ഇതിഹാസ ഗ്രന്ഥം വേദം പോലും ബഹുമാനിക്കുന്നതാണ്. വേദത്തിൻ്റെ കാര്യങ്ങളാണ് മുഴുവൻ തന്നെ വരുന്നത്. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഗ്രഹദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശാന്തി ലഭിക്കും, ദുസ്വപ്നം ഇല്ലാതാക്കും, ഇഹത്തിലും പരത്തിലുമായിട്ടുള്ള എല്ലാ ശ്രേയസ്സും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായ 4 പുരുഷാർത്ഥങ്ങളും രാമായണത്തിൻ്റെ ശരിയായിട്ടുള്ള ശ്രവണം കൊണ്ട് പഠനം കൊണ്ട് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. പൂർവജന്മാർത്ഥിതമായിട്ടുള്ള പാപങ്ങളൊക്കെ തന്നെ ഇതുകൊണ്ട് നശിക്കും. സർവ്വലോകത്തിൻ്റെയും ദുഃഖം ഇല്ലാതാക്കുന്നതാണ് ആദികവിയാൽ നിർമ്മിതമായിട്ടുള്ള ഈ രാമായണം. അപ്പോൾ ഈ രാമായണമാണോ ഇപ്പോൾ നമ്മളിവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ അധ്യാത്മരാമായണത്തിൻ്റെ മാഹാത്മ്യം വാൽമീകി രാമായണത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിലാണ് പറയണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഇതിന് ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു കഥ, കലികൻ എന്നിട്ടുള്ള ഒരു വേടൻ, സുമതി, സത്യവതി എന്നീ ദമ്പതിമാരെ, സൗദാസൻ എന്ന ബ്രാഹ്മണൻ, ഇവരൊക്കെ വലിയ അധർമ്മികളായിരുന്നു. അവർ രാമകഥാശ്രവണത്തിൻ്റെ ഫലമായിട്ട് ഉത്തമമായിട്ടുള്ള ഗതിയെ പ്രാപിച്ചു എന്നുള്ള ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അത് വിസ്തരിക്കുന്നില്ല, അതിൻ്റെ സൂചന മാത്രം നൽകി പോവുകയാണ്. അപ്പോൾ കലികൻ എന്നു പേരായിട്ടുള്ളൊരു വേടനുണ്ട്. അവൻ്റെ സ്ഥിതി എന്താണ്? മോഷ്ടാവാണ്. വെറും മോഷണമല്ല, ക്ഷേത്രങ്ങളിൽ ചെന്ന് മോഷണം ചെയ്യുക. ക്ഷേത്രങ്ങളിലൊക്കെ, പല ക്ഷേത്രങ്ങളിലും നിലവറകളിലൊക്കെ നമ്മൾ അറിയാത്ത ധനം സൂക്ഷിച്ചിട്ടുണ്ടാകും. അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവുക, പഞ്ചലോക വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കൊണ്ടുപോവുക, അതൊക്കെയാണ് അവൻ്റെ പണി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു അടുത്തൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ആ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ വിഗ്രഹവും അവിടുത്തെ പണമൊക്കെ അപഹരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗതമൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി രാമ 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 എന്ന് ജപിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവന് ആ രാമനാമം ജപിച്ചു വരുന്ന മഹർഷിയെ കണ്ടില്ലേ ഈ മോഷ്ടാവിനെ, ഉത്തങ്കൻ എന്നു ഈ കലികൻ എന്നു പേരായിട്ടുള്ള മോഷ്ടാവിന് എന്തൊക്കെ ചില ഭാവവ്യത്യാസങ്ങൾ വരുന്നു. അവൻ്റെ മനസ്സിൽ ആ മോഷണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതാകുന്നു. മഹർഷിയെ നമസ്കരിക്കുന്നു. അങ്ങനെനിക്ക് ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ, രാമനാമത്തിൻ്റെ മഹത്വം, ഭഗവാന്റെ ചരിത്രങ്ങൾ പറഞ്ഞു തരുമോ എന്ന് പറയുകയാണ്. അപ്പോൾ അവനെ രാമായണം, വാൽമീകി രാമായണം നവാഹമായി കേൾപ്പിച്ചു. അങ്ങനെ അവനെന്തായി തീർന്നു? ആ മഹാവിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള സ്ഥാനത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് അതിലെ ഒരു കഥ. പിന്നെ സുമതി, സത്യവതി എന്നു പേരായിട്ടുള്ള 2 ദമ്പതിമാർ രാജാക്കന്മാരാണ്. രാമഭക്തരാണ്. എപ്പോഴും രാമപൂജ ചെയ്യുക, ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാനെ പൂജിക്കുക, രാമായണം വായിക്കുക, ഇതാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള ശീലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഭാണ്ഡകൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി രാജധാനിയിലേക്ക് എഴുന്നള്ളുന്നത്. അദ്ദേഹത്തെയും തന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി തങ്ങളുടെ ഈ രാമനാമജപത്തിലും ഈ രാമായണ പാരായണത്തിലുമൊക്കെ അദ്ദേഹവും തന്നെ പങ്കെടുത്തു. അവരുടെ രാമഭക്തിയും അവരുടെ രാമായണം വായനയിലുള്ള ശ്രദ്ധയും കണ്ടിട്ട് ഇദ്ദേഹം അത്ഭുതപ്പെടുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ജന്മത്തിൽ സമ്പാദിച്ചതല്ല ഈ പുണ്യം, പൂർവജന്മാർത്തിത കർമ്മമത്രേ ഭുവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കേൾക്കാനും
പറയാനൊക്കെ നമുക്ക് സാധിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ജന്മത്തിന് ഇതിനനുകൂലമായിട്ടുള്ള എന്തോ ചിലത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കാനൊക്കെ സാധിക്കുന്നത്. അതേപോലെ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. ആ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമ പരിസരത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി അവിടെ രാമായണം നവാഹമായിട്ട് നടത്തുന്നു. രാമായണം വായനയൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ആ രാമായണ വായന കേട്ടതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൂർവ്വജന്മത്തിൽ ഇത്രയും സദ്ബുദ്ധി ഉണ്ടായതും രാമഭക്തി ഉണ്ടായതും രാജ്യത്തിൻ്റെ അധികാരം നേടാൻ സാധിച്ചതും എന്നുള്ള ചരിത്രമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ചരിത്രവും പറയുന്നുണ്ട് മഹാത്മ്യത്തിൽ. പിന്നെ ഒരു കഥയും കൂടി പറയുന്നുണ്ട്. സൗദാസൻ ദേവദത്തൻ എന്നു പേരായിട്ടുള്ളൊരു ബ്രാഹ്മണനുണ്ട്. ആ ബ്രാഹ്മണൻ ഗൗതമ മഹർഷിയുടെ ശിഷ്യനാണ്. ഗൗതമ മഹർഷിയുടെ ഒക്കെ ചരിത്രം ഇനി നമുക്ക് വരുന്നുണ്ട്. അഹല്യയുടെയൊക്കെ ചരിത്രം വരാൻ പോകുന്നുണ്ട്. ആ ഗൗതമ മഹർഷിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം സർവ്വവിദ്യാ വിശാരദനും സർവകലാ വല്ലഭനുമായി തീർന്നു അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മഹാദേവനെ എവിടെയോ വെച്ച് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തുണ്ടായി. ഈ സൗദാസൻ ദേവദത്തൻ എന്ന ശിഷ്യന് മഹാദേവനെ കണ്ടപ്പോൾ ഒരു അവജ്ഞത. പാമ്പുകളാണ് കഴുത്തിലിടണത്, ചുടലഭസ്മാണ് പൂശണത്, തല ജടയാണ്, പുലിത്തോലാണ്, ഇതൊക്കെ ഇവിടെ കണ്ടപ്പോൾ എന്തോ ഒരു വികൃതമായ രീതിയിൽ ഒരു അവജ്ഞയാവതോടുകൂടി നിന്ദാസ്വരൂപത്തിൽ സംസാരിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു, നീ ചെയ്തത് മഹാ അപരാധമായി. മഹാദേവൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. ഇതിൻ്റെ ഫലമായിട്ട് നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് പറഞ്ഞ് ആ ദേവദത്തൻ എന്ന ബ്രാഹ്മണൻ രാക്ഷസനായിത്തീരുന്നു. കാട്ടിലേക്ക് കയറി വലിയ അക്രമങ്ങളും അനീതികളും ഒക്കെ ചെയ്ത് എല്ലാവരെയും പിടിച്ചു തിന്നണു. അങ്ങനെ പിടിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ദിവസം രാമനാമം ജപിച്ചുകൊണ്ട് ഗർഗമഹർഷി, ജ്യോതിശാസ്ത്ര വിശാരദനായിട്ടുള്ള ഗർഗാചാര്യൻ, ശ്രീകൃഷ്ണന് നാമകരണം നടത്തിയിട്ടുള്ള ആളാണ് ഗർഗാചാര്യൻ. ആ ഗർഗമഹർഷി ഇങ്ങനെ വരണു, രാമ 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 എന്ന് ജപിച്ചതിൻ്റെ ഫലമായിട്ട്. ആ മഹർഷിയുടെ നേരെ ചാടിപ്പിടിച്ച് മഹർഷിയെ കൊല്ലാൻ വേണ്ടി ഭാവിച്ചപ്പോൾ അതിന് സാധിക്കുന്നില്ല. ആ ദോഷബുദ്ധിയൊക്കെ ഇങ്ങോട്ട് ഇല്ലാതായിട്ട് പിന്നീട് എന്തായിത്തീരുന്നു? അദ്ദേഹം സദ്വൃത്തനായിത്തീരുന്നു. ആ മഹർഷിയെ നമസ്കരിക്കുന്നു. മഹർഷി അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രൻ്റെ കഥ പറഞ്ഞു കൊടുക്കണു, അദ്ദേഹത്തിന് മഹാത്മ്യം പറഞ്ഞു കൊടുക്കണു, രാമായണം കേൾപ്പിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സൽബുദ്ധി ലഭിച്ചു എന്നൊക്കെ ആ കഥയും ചുരുക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ വാൽമീകി രാമായണവും വാൽമീകി രാമായണത്തിൻ്റെ മാഹാത്മ്യവും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ചുരുക്കം. ഈ വാൽമീകി രാമായണമാണോ ഇപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്? അല്ല, വാൽമീകി രാമായണം അല്ല, അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണത്തിൻ്റെ സ്ഥിതി എന്താണ്? കാലം കൊണ്ട ഒരു മഹാത്മാവ്. ഈ വാൽമീകി രാമായണം അപാരമായിട്ടുള്ളതാണ്. വർണ്ണനകളെ കൊണ്ടും കഥാതന്തുക്കളെ കൊണ്ടും 24,000 ശ്ലോകങ്ങളൊക്കെ നിത്യപാരായണം ചെയ്യച്ച വലിയ വിഷമായിട്ടുള്ളതാണ്. ഒരു മഹാത്മാവ് അതിൻ്റെ സാരാംശം വിട്ടുപോവാതെ ചുരുക്കത്തിൽ അധ്യാത്മരാമായണമായിട്ട് സംഗ്രഹിച്ചെഴുതി. വേദവ്യാസ മഹർഷി തന്നെയാണ് എഴുതിയത് എന്ന് പ്രബലമായിട്ടൊരു അഭിപ്രായവുമുണ്ട്. ആരോ ആവട്ടെ, അതിൽ 4238 ശ്ലോകങ്ങളിലായിട്ട് അധ്യാത്മരാമായണത്തെ സംഗ്രഹിച്ചു ആര്? ഈ മഹാത്മാവ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്? വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ ഭഗവാന്റെ പരിപൂർണ അവതാര സ്വരൂപമായിട്ട് മഹിമയോടുകൂടിയിട്ട് വർണ്ണിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ആധ്യാത്മിക തത്വങ്ങൾക്ക് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. ഇത് മഹാദേവനും പാർവതീദേവിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ നമുക്കിനി വരാൻ പോകണം, പറയാം. അതിൻ്റെ ഒരു ആമുഖമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് അധ്യാത്മരാമായണത്തിൻ്റെ ആ ഘടന. അതും തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹാത്മ്യവും തന്നെ ബ്രഹ്മാണ്ഡപുരാണം ഉത്തരഖണ്ഡത്തിലാണ് അതിൻ്റെ മഹാത്മ്യം പറയണത്. അപ്പോൾ അവിടെ പറയുകയാണ്, ഒരിക്കൽ നാരദ മഹർഷി ചെന്ന് ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മദേവനോട് പറയുകയാണ്, ബ്രഹ്മദേവ, ഈ കലിദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അധ്യാത്മരാമായണം, ആ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള അധ്യാത്മരാമായണത്തെ വേണ്ട പോലെ കേൾക്കുക. മറ്റ് ചിന്തകളൊക്കെ അകറ്റി ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് സകലവിധ പാപങ്ങളും നശിച്ച് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഭവൻ അധ്യാത്മരാമായണമേവ നിത്യം പഠേദ്യവിച്ചയിൽ
ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭവബന്ധമുക്തി, അതായത് ഭവം എന്ന് വെച്ചാൽ സംസാരം. സംസാരം എന്ന് വെച്ചാൽ എന്താണ്? വർത്തമാനം പറയുക എന്നുള്ളതല്ല. ജനിക്കുക, മരിക്കുക, ഭാര്യ, പുത്രൻ, ഗൃഹം, കുടുംബം, ഇതിൽപ്പെട്ടങ്ങനെ കിടന്നുഴലുന്ന സ്ഥിതിവിശേഷത്തിനാണ് ഇതെന്ന് പറയുക സംസാര ദുഃഖം അനുഭവിക്കുക എന്ന് പറയുക. അതിൽ നിന്ന് കരകയറുക എന്നത് വളരെ വിഷമമാണ്. ജനനമരണങ്ങൾ ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യസ്വാമികളെ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേ ശയാനം. അപ്പോൾ അതിൽ നിന്ന് അത് ജനിക്കണോ മരിക്കണോ പിന്നെയും മരിക്കണോ, ഇതിങ്ങനെ തുടർന്ന് ഈ പ്രക്രിയയ്ക്ക് അവസാനമില്ലാതെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഇത് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേയുള്ളൂ. എന്താണ്? ഈശ്വരനെ ആശ്രയിക്കുക. എങ്ങനെയാണ് ഈശ്വരനെ ആശ്രയിക്കേണ്ടത്? ഈശ്വരനിൽ ഭക്തിയെ വളർത്തിക്കൊണ്ട്. ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുക? ഭഗവാന്റെ തിരുനാമങ്ങൾ ഹരി, നാരായണ, കൃഷ്ണ, രാമ, ഗോവിന്ദ എന്നുള്ള തിരുനാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, രാമായണം വായിക്കുക, കേൾക്കുക, അതിലെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഭവബന്ധമുക്തി, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിനുള്ള മാർഗം കൂടിയാണ് എന്ത്? ഈ രാമായണം എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ പുരാരിഗിരി സംബോധ ശ്രീരാമാർണവസംഗത അധ്യാത്മരാമഗംഗേയം പുനാദിഭവനത്രയം. അതായത് ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി 3 ലോകത്തെയും പരിശുദ്ധമാക്കുന്നു. അതായത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയൊക്കെ ശുദ്ധമാക്കുന്നതാണ് ഈ അധ്യാത്മരാമായണം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അധ്യാത്മരാമായണം ഇതൊക്കെ സംസ്കൃത ഭാഷയിലാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഈ മലപ്പുറം ജില്ലയിലെ തുഞ്ചംപറമ്പിലെ തിരൂരിൻ്റെ അടുത്തുള്ള തുഞ്ചംപറമ്പിലാണ് അദ്ദേഹം പൂജാതനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയുള്ള അസമത്വങ്ങളൊക്കെ നടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്ന ആളുകൾക്ക് മാത്രമേ പുരാണേതിഹാസങ്ങൾ പാരായണം ചെയ്യുക, സംസ്കൃതം പഠിക്കുക, വേദോപനിഷത്തുകൾ അഭ്യസിക്കുക, ഇതിനൊക്കെ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേമാതിരിയുള്ള ഭാഗങ്ങൾ കേൾക്കുക, പറയാതൊന്നും സാധാരണക്കാർക്കൊന്നും അർഹത ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ ഇതിനൊരു അറുതി വരുത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് ഇംഗ്ലീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒക്കെ വരവാണ്. അവരൊക്കെ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ബത്തപ്പാടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ കലുഷിതമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ വേദശാസ്ത്ര പുരാണേതിഹാസങ്ങളൊക്കെ പഠിച്ച് എല്ലാം അദ്ദേഹം പഠിച്ച് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് അത്രേ. അദ്ദേഹത്തെ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അത്രേ ചിലരെ, തുഞ്ചൻ്റെ ചക്കിൽ എത്ര ആടുന്ന ഒരു ചക്കാലനായ സ്ത്രീയിലെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിട്ടുള്ളൊരു പുത്രനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോൾ 6ഉം 4ഉം ആടുന്നാണ് പറഞ്ഞത്. 6ഉം 4ഉം വെച്ചാലോ 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും എൻ്റെ ചക്കിലാടും, അതൊക്കെ എനിക്ക് ഹൃദയസ്ഥമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത്രയും അസാമാന്യമായിട്ടുള്ള ജ്ഞാനം ഉള്ള അല്ലെങ്കിൽ പരമ ഭാഗവതോത്തമനായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. പക്ഷേ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല. അന്ന് പറയാൻ പാടില്ല സാധാരണ ഒരാളുകൾക്കൊന്നും. അപ്പോഴാണ് അദ്ദേഹം എന്തു ചെയ്യുന്നത്? ഒരു കിളിയുടെ മറ പിടിച്ചുകൊണ്ട് കിളി പറയുന്നത് മാതിരി അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ എന്തായിത്തീരണോ? രാമായണത്തിലുള്ള ഇപ്പം നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞ അധ്യാത്മരാമായണമുണ്ടല്ലോ, ഈ അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും സമുദ്രവും പുഴയും പോലെയാണ്. സമുദ്രം അപാരമാണ്. തിമിംഗലങ്ങളെക്കൊണ്ടും തിരമാലകളെക്കൊണ്ടുമൊക്കെ മറുകട കറക്കാനൊക്കെ വളരെ വിഷമേറിയാണ് സമുദ്രം. എന്നാൽ നദിയാകട്ടെ പുഴയാകട്ടെ വളരെ പരിമിതമാണ്, ശുദ്ധമായിട്ടുള്ള ജലമാണ്. സമുദ്രജലം കുടിക്കാനും കുളിക്കാനൊന്നും ഉപയോഗിക്കില്ല. ഇതൊക്കെ ശുദ്ധീകരിച്ചാൽ ഇതിനൊക്കെ സാധിക്കും. അതേപോലെയാണ് അധ്യാത്മരാമായണം. ആ അധ്യാത്മരാമായണത്തെ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരാണ്. ആ കിളി പറയുന്ന മാതിരി അങ്ങോട്ട് പറയുകയാണ്. ഈ കിളിപ്പാട്ടിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാണ്ട്, രാമായണത്തേക്ക് തുടങ്ങിയിട്ടില്ല. ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ കുറിച്ച്
മഹാകവി വള്ളത്തോളൊരു അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. വള്ളത്തോള് ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു തോണിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ പുഴയുടെ രണ്ട് കരകളിലും ചെറിയ ചെറിയ വീടുകളുണ്ട്. അവിടുന്ന് വൈകുന്നേരം വീടും പരിസരമൊക്കെ അവിടെ ഒരു സ്ത്രീ മനോഹരമായിട്ട് കർണമധുരമായിട്ട് രാമായണത്തിലെ വരികളങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ എന്തൊരു ഇമ്പം, എന്തൊരു കേട്ട് ആരും തന്നെ കേട്ടു നിൽക്കും കുറച്ച് നേരം അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം തന്നെ വള്ളത്തോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം എഴുതുകയാണ്. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഇവിടെ ആരുടെ കഥയാണ് പാടുന്നത്? രാഘവീയം, രാഘവൻ്റെ കഥ. എന്താണ് ഭഗവാന് രാഘവൻ എന്നുള്ള പേര് വരാൻ കാരണം? ശ്രീരാമൻ എന്നാണ് രാഘവൻ എന്ന് വെച്ചാൽ. രഘു എന്നു പേരായിട്ടുള്ള ഒരു രാജാവ് സൂര്യവംശത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. ആ സൂര്യവംശത്തിൽ ഭരിച്ചിരുന്ന രാജാവിൻ്റെ വംശത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രീരാമന് രാഘവൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. രഘോഹോ ഗോത്രാപത്യം പുമാൻ രാഘവക എന്നാണ് വാക്കിന് അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയാണ് കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ. ഇതാരാണ് പറയുന്നത്? പരമഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ മഹിമ എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. ശ്രീ ഗുരുവായൂരപ്പൻ അത്യന്തം ഇഷ്ടപ്പെട്ടതും ഭക്തജനങ്ങൾ ഏറ്റവും ആദരിച്ചു വരുന്നതുമായ ഉത്തമ സ്തോത്രഗ്രന്ഥമാണ് നാരായണീയം. നിങ്ങളൊക്കെ ഇവിടെ വായിക്കുന്നില്ലേ നാരായണീയമൊക്കെ? അപ്പോൾ ആ നാരായണീയം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അടുത്തേക്കൊരു കഥ വിസ്തരിക്കണില്ല കേട്ടോ, കാരണം വെച്ചാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സമകാലികനാണ് അദ്ദേഹം. എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ്. ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാം അറിയാം. ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എല്ലാ ജ്ഞാനമുണ്ടാവും. വൈദ്യവും ജ്യോതിഷവും ലോകത്തിൽ എന്തെല്ലാം വിവരങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ആത്മജ്ഞാനികളാണ്. അവർക്കറിയാത്തതായിട്ടുള്ള ഒരു വിവരവും ലോകത്തിലില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് കണക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളത് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആൾക്ക് അതേ അറിയുള്ളൂ, മറ്റത് പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലോ ആത്മജ്ഞാനം ലഭിച്ചാലോ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏത് വിഷയത്തെക്കുറിച്ചും അവഗാഹമുണ്ടാകും, ജ്ഞാനമുണ്ടാകും. അങ്ങനെയുള്ള പരമഭാഗവതോത്തമനായിട്ടുള്ള ആളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അടുത്ത കാര്യസ്ഥൻ വന്ന് അദ്ദേഹത്തിന് സൂക്കടാണ്, എന്താണ് ഒരു മരുന്ന് കുറിച്ച് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അദ്ദേഹം അവിടെ മഹാഭാരതം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാഭാരതത്തിലെ കർണപർവം അന്നനടാവൃത്തത്തിൽ പരേ 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 പരമപാഹിമാം പരമാനന്ദമെന്നേ പറയവൂതെല്ലാം. ഇതൊക്കെയാണ് കേട്ടുകൊണ്ടാണ് ഈ കാര്യസ്ഥൻ ചെല്ലണത്. കാര്യസ്ഥന് തോന്നി ഇതെന്തോ സുഖമില്ലാത്ത മട്ടാണല്ലോ, മദ്യപാനം ചെയ്ത് മതോന്മത്തനായിട്ടുള്ള ഒരാളുടെ സ്ഥിതിയാണല്ലോ. ഭക്തിയൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ ഒരാളുടെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളുടെ അടുത്തേക്കാണല്ലോ ഈ പട്ടേരിപ്പാട് എന്നെ പറഞ്ഞയച്ചത്. ഏതായാലും അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, എന്താ ചോദിച്ചു. ഇങ്ങനെ പട്ടേരിപ്പാട് പറഞ്ഞയച്ചിട്ട് വരികയാണ്, അദ്ദേഹത്തിന് സുഖമില്ല, എന്തെങ്കിലും ഒരു മരുന്ന് കുറിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്താ ചെയ്തത്ര അറിയോ? മീൻ തൊട്ട് കൂട്ടാൻ പറയൂട്ടോ എന്ന് പറഞ്ഞു. അതും കേട്ടിട്ട് അദ്ദേഹം തിരിച്ചു പോരും. അദ്ദേഹത്തിൻ്റെ ഗിരിരചനം തിരിച്ചു ചെയ്യണോ? അങ്ങനെ വന്ന് പട്ടേരിപ്പാട്ടിനോട് ചോദിച്ചു, രാമ നീ അദ്ദേഹത്തിനെ കണ്ടില്ലേ ചോദിച്ചു. കാണുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരാളുടെ അടുത്തേക്കല്ലേ അങ്ങനെ പറഞ്ഞയച്ചത്? അപ്പോൾ എന്തേ ഒന്നും പറഞ്ഞില്ലേ? ആ പറഞ്ഞതൊന്നും ഇവിടുത്തോട് പറയാൻ പറ്റാത്തതാണ്. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് എന്തേ പറഞ്ഞത് ചോദിച്ചപ്പോഴാണ് അങ്ങയോട് മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത് എന്ന്. പക്ഷെ പട്ടേരിപ്പാടിൻ്റെ അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഈ രോഗം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചതുകൊണ്ടോ മന്ത്രവാദം ചെയ്തുകൊണ്ടോ ഒന്നും രോഗം മാറില്ല. ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, അല്ലാതെ ഇത് മാറാൻ വഴിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ മത്സ്യാവതാരം മുതലായിട്ടുള്ള കഥകൾ കീർത്തിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഗുരുവായൂർക്ക് വരണു. ഗുരുവായൂർ വന്നിരുന്ന് ആ ഭാഗവതത്തിൻ്റെ സംഗ്രഹമായിട്ട് നാരായണീയം എഴുതുന്നു. ഒരു ദിവസം 10 ശ്ലോകം, 100 ദിവസത്തോടുകൂടി ഭജനം പൂർത്തിയാകുന്നു. 100ാമത്തെ ദിവസം ഭഗവാൻ അഗ്രേ പശ്യാമി എന്നുള്ള ആ ദശകം എഴുതുമ്പോഴേക്ക് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ദർശനം കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും തിരിച്ചു കിട്ടണം. അങ്ങനെ നാരായണീയം എന്ന കൃതി സമർപ്പിക്കണം.
അപ്പോൾ നാരായണീയം എന്നുള്ള സ്വസ്ത്രഗ്രന്ഥം നമുക്ക് ലഭ്യമായത് എങ്ങനെയാണ്? പരമഭാഗവതോത്തമനായിട്ടുള്ള ഈ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് മേൽപ്പത്തൂർ അത് എഴുതിയിട്ടുള്ളത്. അതാണ് കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ. ഇനി രാമായണത്തിലെ ആ വരികളെ ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. രാമൻ എന്നൊരു പദം പറയണമെങ്കിൽ രാമൻ എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നിലായിട്ട് കോമ്പയായിട്ട് അനവധി തിരുനാമങ്ങൾ പറഞ്ഞിട്ടാണ് രാമനിലേക്ക് എത്തുക. നാരായണൻ നളീനായതേ ലോചനൻ നാരീജന മനോമോഹനൻ കേശവൻ അവസാനിക്കണില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള രാമൻ എന്നാണ് പറയുക. അപ്പം അതാണ് അങ്ങനെ കോമ്പയായിട്ട് മാലയായി ചേർത്തുകൊണ്ട് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഭക്തി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണത്. രാമായണം എഴുതിയ പോലെ മഹാഭാരതത്തെ എഴുതി 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതി നമുക്ക് മനസ്സിലാക്കി തന്നു. മഹാഭാഗവതം കിളിപ്പാട്ട് തെക്കോട്ടൊക്കെ അധികം പോയാൽ ഈ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള മഹാഭാഗവതം കിളിപ്പാട്ട് സപ്താഹമായിട്ട് അധികം വായിക്കുക. പിന്നെ ദേവീ മഹാത്മ്യം അതിനെ കിളിപ്പാട്ട് രൂപത്തിൽ പറഞ്ഞു തന്നു. പിന്നെ സ്വതന്ത്രമായിട്ട് എഴുതിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ എഴുതി. ഹരിനാമകീർത്തനം, ഇതിൻ്റെ ഒക്കെ സാരസർവസ്വമാണ് ഹരിനാമകീർത്തനം. ചിന്താരത്നം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പരമാചാര്യനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മളിത് ആദ്യം തന്നെ എന്തായി ബാലകാണ്ഡത്തിലെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് പറയാനുള്ളത്. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അപാരമായിട്ടുള്ള നാമം ജപിച്ചുകൊണ്ടാണ് ആ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം തന്നെ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. രമണീയ വിഗ്രഹനാണ് ആര്? ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി. രമണീയ വിഗ്രഹൻ എന്ന് വെച്ചാൽ എന്താണ്? സുന്ദര സ്വരൂപൻ. ഭഗവാനെപ്പോലെ സൗന്ദര്യം വേറെ ആർക്കാളുള്ളത്? മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നുണ്ട്, സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. ഭഗവാനെ സുന്ദരമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരമായത്, അത്ഭുതമായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും അത്ഭുതമായത്, ആശ്ചര്യമായതിൽ വെച്ച് ഏറ്റവും ആശ്ചര്യമായതാണ് എന്ത്? ഭഗവാനെ അവിടുത്തെ ആ സ്വരൂപം. അപ്പോൾ അങ്ങനെ അവിടുത്തേക്ക് നമസ്കാരം. വീണ്ടും ഭഗവാന്റെ തിരുനാമം പാടുന്നു. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. തൻ്റെ ആ തത്തയെ ശാരിക പൈതലിനെ കിളിയെ വിളിച്ച് ശ്രീരാമൻ്റെ ചരിത്രം, കഥ, നാമങ്ങൾ പറയാൻ വേണ്ടി അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ആ ശാരിക പൈതൽ എന്ത് ചെയ്യണോ? നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ സ്മരണയോട് കൂടിയിട്ട് അങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ്? ഗണപതി സ്മരണയോട് കൂടിയിട്ടാണ് തുടങ്ങാൻ പാടുള്ളൂ. എല്ലാറ്റിൻ്റെയും പ്രഥമദേവൻ ആരാണ്? ഗണനായകനാണ്. അപ്പോൾ നമ്മളൊരു പൂജ ചെയ്യാണ്, ആദ്യം ഗണപതി പൂജയാണ് ചെയ്യുക. എന്നിട്ടേ മറ്റുള്ള ദേവന്മാർക്ക് പൂജ കൊടുക്കാറുള്ളൂ. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വിഘ്നേശ്വരനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ വരും. അതാണ് വിഘ്നേശ്വരനെ ആദ്യം തന്നെ സ്മരിക്കുന്നത്. ആ വിഘ്നേശ്വരൻ്റെ മഹിമയൊക്കെ പുരാണങ്ങളിലൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ. ഈ ഗണനായകൻ എങ്ങനെയുള്ളവനാണ്? എല്ലാറ്റിനും കാരണനായിട്ടുള്ളവനാണ്. ഈ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണനായിട്ടുള്ളതാണ്. വേദസ്വരൂപനാണ്, കാരുണ്യമൂർത്തിയാണ്. മാത്രമല്ല ശിവശക്തി സംഭവൻ ദേവൻ, മഹാദേവൻ്റെയും ദേവി പാർവതിയുടെയും സംയുക്തമായ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളവനാണ്. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. ഇവിടെ ഈ വാരണ ശബ്ദത്തിന് രണ്ടർത്ഥമാണ്. വാരണമുഖൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വരിയിൽ ആദ്യം വാരണം എന്ന് പറഞ്ഞാൽ വാരണമുഖൻ എന്ന് വെച്ചാൽ ആനയുടെ തലയോട് പോലെയുള്ള തലയോട് കൂടിയവനെന്നർത്ഥം. നമുക്ക് ഓരോ വിധത്തിലുള്ള പ്രാരബ്ധങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ടാവും. നമ്മൾ തുടങ്ങുന്ന പ്രാരബ്ധങ്ങളെ ഒക്കെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് വാരണം ചെയ്തിടുവാൻ. വാരണം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അവിടെ അർത്ഥം? ഇല്ലാതാക്കുവാൻ, അതിനൊക്കെ നശിപ്പിക്കുവാൻ ഞാനിതാ അവിടുത്തെ വന്ദിക്കണോ എന്ന് പറയുകയാണ്. ആ ഗണപതിയുടെ മഹിമ, ആ വക്രതുണ്ട മഹാകായ കൂര്യസൂര്യസമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഏകദന്തം മഹാകായം
തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ എല്ലാറ്റിൻ്റെ കാര്യത്തിലും മുൻപനായിട്ടുള്ള ആ ഗണപതി ഭഗവാൻ നമുക്ക് ഞാൻ നമസ്കരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയിട്ടുള്ള ഈ രാമായണ യജ്ഞമുണ്ടല്ലോ, അത് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാനും നമുക്കൊക്കെ ഇതിൽ പങ്കെടുക്കാനും നമുക്കൊക്കെ ഇത് കേൾക്കാനും ആ ഗണപതിയുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ. അതിനു വേണ്ടിയിട്ടാണ് ആ ഗണപതിയെ ആദ്യം തന്നെ അങ്ങോട്ട് നമസ്കരിക്കുന്നത്. പിന്നീട് രണ്ടാമത് നമസ്കരിക്കുന്നത് ആരെയാണ്? ദേവി സരസ്വതീ ദേവിയെയാണ് നമസ്കരിക്കുന്നത്. വാണിയിടുകനാരദമെന്നുടെ നാവുതന്മിൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. വാണിയുടെ മാതാവ്, വാണി മാതാവ് എന്ന് വെച്ചാൽ വാണീച്ച അക്ഷരം, അക്ഷരത്തിൻ്റെ അമ്മയാണ് സരസ്വതീ ദേവി. വർണ്ണവിഗ്രഹം, വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരം, അക്ഷരസ്വരൂപിണിയാണ്. അങ്ങനെയൊക്കെയുള്ള അല്ലയോ ആ വേദസ്വരൂപിണിയായിട്ടുള്ള ആ അല്ലയോ സരസ്വതീ മാതാവേ, വിദ്യയുടെ അധിഷ്ഠാന ദേവതയാണ് സരസ്വതി. ഞങ്ങളുടെ നാവിൽ വന്ന് വിളയാടിയണമേ, ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹമുണ്ടാകണമേ. ഞങ്ങൾ ഈ രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്കും തന്നെ അവരുടെ അനുഗ്രഹം ഉണ്ടായാലാണ് ഇത് കേൾക്കാനും പറയാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സരസ്വതി എന്നുള്ള വാക്കിനർത്ഥം ദേവീ ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. യാവസേൽ പ്രാണിജിഹ്വാസോ സദാ വാക് പ്രവർത്തനാത് സരസ്വതേതി സമാപ്നേയം സമാഖ്യാതാ മഹർഷിഭി. എല്ലാ ജീവജാലങ്ങളുടെയും നാവിൽ സ്ഥിതി ചെയ്യുന്ന വാക്ക്, ആ നാവിനെ വാക്കായിട്ട് സ്ഥിതി ചെയ്യാനും വാക്കായിട്ട് പ്രവർത്തിക്കാനും ശക്തി നൽകുന്നത് ആരാണോ ആ ദേവിയെയാണ് എന്നു പറയുന്നത് സരസ്വതി എന്നുള്ള പേരിൽ ഋഷിമാർ പറയപ്പെടുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സരസ്വതി മാതാവേ, യാതൊരു വിഷമവും കൂടാതെ എൻ്റെ നാവിൽ വന്നങ്ങനെ നൃത്തം ചെയ്യണമെന്ന് പറയുകയാണ്. അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? യഥാകാനനേ ദിഗംബരൻ. ഇപ്പോൾ കാട്ടിൽ ചെന്നിട്ട് ഒരാൾ വസ്ത്രമൊന്നും ഇല്ലാതെ നൃത്തം ചെയ്യുമ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് നൃത്തം ചെയ്യാലോ, അതേപോലെ എൻ്റെ നാഭിൻ തുമ്പത്ത് വന്ന് വളരെ സ്വതന്ത്രമായിട്ട് അവിടുന്ന് വിളയാടണം. ദിഗംബരൻ എന്ന് വെച്ചാൽ മഹാദേവൻ എന്ന അർത്ഥമുണ്ട്. ആ ദിക്ക് മുഴുവൻ വസ്ത്രമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ ആ ദിഗംബരൻ്റെ താണ്ഡവ നൃത്തവും വളരെ പ്രസിദ്ധമാണ്. അതിലേക്കൊക്കെ സൂചിപ്പിക്കുകയാണ്. വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ. അതായത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ കടലിൽ എപ്രകാരമാണോ തിരമാലകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നത്, അതേപോലെ എൻ്റെ നാവിൻ തുമ്പത്ത് വാക്കുകൾ എങ്ങനെ സദാസമയവും വന്നു ചേർന്നിരിക്കണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് വന്ദിക്കുന്നത് ആരെയാണ്? ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് നമസ്കരിക്കുന്നത്. ഭഗവാൻ എങ്ങനെയാണ്? വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു കൃഷ്ണനാം വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം. ആ മഹാവിഷ്ണു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്. വിഷ്ണു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വിവേഷ്ടി വ്യാപ്നോതി ചരാചരാത്മകം ജഗത്ത്. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിവിശേഷം എന്നാണ് വിഷ്ണു എന്ന ശബ്ദത്തിനർത്ഥം. അതായത് ഈ ഭഗവാന് ഓരോ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ, ധർമ്മത്തെ നിലനിർത്തുവാൻ ഓരോ വിധത്തിലുള്ള അവതാരങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. യാദവ വംശത്തിൽ അദ്ദേഹം ശ്രീകൃഷ്ണനായിട്ട് പിറന്നു. കംസാദികളായ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ആ വൃഷ്ണിവംശത്തിൽ അവതരിച്ചിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ള മഹാവിഷ്ണുവിനെ നമസ്കരിക്കണു. ഇനി നമസ്കരിക്കുന്നത് ആ വേദവ്യാസ മഹർഷിയെയാണ് 4 വരികളിലായിട്ട്. വിഷ്ണുജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ. വ്യാസൻ എങ്ങനെയുള്ള ആളാണ്? വേദവ്യാസിയെ നമസ്കരിക്കുകയാണ്. വിഷ്ണുജോത്ഭവ പുത്രനന്ദനൻ വ്യാസൻ. വിഷ്ണുവിൽ നിന്ന് ജനിച്ചതാരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ്റെ പുത്രനാണ് വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയുടെ പുത്രനാണ് പരാശരൻ. പരാശരൻ്റെ പുത്രനാണ് ആര്? വേദവ്യാസ മഹർഷി. അതാണ് ഈ പറഞ്ഞത്. വിഷ്ണുജോത്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ. വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. ഈ വ്യാസൻ എന്ന് വെച്ചാൽ ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ അനാദിയായിട്ടുള്ള വേദജ്ഞാനം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വിഷമം വന്നപ്പോൾ ആ ഭഗവാൻ വേദവ്യാസനായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ
നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര. ഇതൊക്കെ വേദവ്യാസനെക്കുറിച്ചുള്ള ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വന്ദിക്കുന്നേൻ. മഹാവിഷ്ണുവിൻ്റെ എല്ലാ ചരിത്രങ്ങളും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുള്ള അവതാരങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ആ രഹസ്യങ്ങളെയൊക്കെ പുരാണങ്ങളിൽ കൂടി നിബന്ധിച്ച് 18 പുരാണങ്ങളെ 18 ഉപപുരാണങ്ങളെ മഹാഭാരതമൊക്കെ സമർപ്പിച്ചിട്ടുള്ള ആ വേദവ്യാസ മഹർഷിയെ നമസ്കരിക്കുകയാണ്. പിന്നീടത് ആ വാൽമീകി മഹർഷിയെ നമസ്കരിക്കണം. പിന്നെ മഹാദേവനെ നമസ്കരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഹാദേവൻ എങ്ങനെയാണ് സദാസമയവും രാമനാമം ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും തന്നെ ദേവി പാർവതി, ദേവി ലക്ഷ്മി ദേവി, ഇവരൊക്കെ തന്നെ മഹാബ്രാഹ്മണരെ ആ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള അശുദ്ധികളെ, പാപചിന്തകളെ, കർമ്മവാസനകളെ, കലിദോഷങ്ങളൊക്കെ കടന്ന് കൂടിയിരിക്കുകയാണ്. അതിനൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം? ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമസ്കരിക്കണു. ഇങ്ങനെ ഓരോരുത്തരെയും തന്നെ മറ്റ് ദേവീദേവന്മാരെയും ഗുരുനാഥന്മാരെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് വീണ്ടും തന്നെ ആ രാമായണത്തിൻ്റെ ആ മാഹാത്മ്യത്തിലേക്ക് കടക്കുകയാണ്. രാമായണത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ കുറേ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ആദ്യം പറയുന്നില്ല. കാരണം രാമായണം 100 കോടി പുരാവിരിഞ്ച നിർമ്മിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിത് ഭൂമി തന്നിൽ. ബ്രഹ്മാവാണ് രാമായണത്തിൻ്റെ ആദി കർത്താവ്. 100 കോടി ഗ്രന്ഥങ്ങളാണത്. അത് മുഴുവൻ ഇന്ന് ഭൂമിയിലില്ല, അത് മറ്റു ലോകങ്ങളിലാണ്. ഇവിടെ നിലവിലുള്ളത് എന്താണ്? 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണമാണ്. അതിനെ അവലംബിച്ചുകൊണ്ട് അനവധി രാമായണങ്ങൾ ഇത് നിലവിലുണ്ട്. കമ്പരാമായണം, ആനന്ദരാമായണം, തുളസീദാസ രാമായണം. ഓരോ ഭാഷകളിൽ, പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലൊക്കെ ധാരാളം രാമായണ ഗ്രന്ഥങ്ങൾ ഓരോന്നിനെ അവലംബിച്ചു കൊണ്ടുണ്ട്. അപ്പോൾ ഭക്തിശ്രദ്ധയോടുകൂടി അതൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക്, അതൊക്കെ കേൾക്കുന്നവർക്ക്, വായിക്കുന്നവർക്ക് അവരുടെ കർമ്മദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി അവർക്ക് ഭഗവാന്റെ പരമോദത്തെ പ്രാപിക്കാം എന്നുള്ള ബലശ്രുതിയൊക്കെ ഇവിടെ വീണ്ടും പറഞ്ഞു. പിന്നീട് ആ രാമായണത്തിൻ്റെ കഥ മുഴുവൻ തന്നെ ഒരു 10 വരിയിൽ ഇവിടെ സംഗ്രഹിച്ചിരിക്കുകയാണ്. അതായത് ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം ശ്രീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ആ സീതാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദങ്ങളെ നമസ്കരിക്കുകയാണ്. രാമകഥ മുഴുവൻ തന്നെ ഇതിലെ വളരെ സംഗ്രഹിച്ചു പറഞ്ഞു. അധ്യാത്മരാമായണത്തിലുള്ള യ പൃഥ്വീപരവാരണായ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ തനി അർത്ഥമാണ് അതിൽ പറയാൻ പോകുന്നത്. അതിൽ എന്താണ് പറയണത്? ആദ്യമാം ബ്രഹ്മത്വം അവതാരകാര്യങ്ങളൊക്കെ പരിസമാവാദമാക്കി അസസ്ഥാനത്തെ പ്രാപിച്ചിട്ടുള്ള വേദാന്തവാക്യവേദ്യനാം സീതാപതി. ഈ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? വേദാന്തവാക്യവേദ്യനാണ്. വേദങ്ങളാലും വേദാന്തത്താലും ഒക്കെ അറിയപ്പെടേണ്ടവനാണ് ഈ ശ്രീരാമചന്ദ്രസ്വാമി. വേദങ്ങളിലൊക്കെ പ്രതിപാദ്യമായിട്ടുള്ളത് എന്താണ്? ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണ്. വേദയിഷ്ട സർവൈരഹമേവ വേദ്യോ ഗീതയിൽ പറയുന്നുണ്ട്. ഗീത വായിക്കുന്നവർക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്, മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത്? ഭഗവാനെ അറിയാനും ഭഗവാനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വേദാന്ത വേദ്യനായിട്ടുള്ള, വേദം കൊണ്ടും വേദാന്തങ്ങളെ കൊണ്ടും ഒക്കെ അറിയപ്പെടാനും പ്രാപിക്കപ്പെടാനും അറിയാനായിട്ടുള്ള ആ സീതാപതിയുടെ ബ്രഹ്മത്തെ ഞാൻ നമസ്കരിക്കണമെന്ന് പറയുകയാണ്. രാവണാദികളായ ദുഷ്ടന്മാരെ സംഹരിക്കാൻ ബ്രഹ്മാദികളായ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം അയോധ്യയിൽ അവതരിച്ചിട്ടുള്ള ആ ഭഗവാൻ രാവണാദികളായ ദുഷ്ടരാക്ഷസന്മാരെയൊക്കെ വധിച്ച് ഈ ലോകത്തിൽ ധർമ്മവും ശാന്തിയും പുലനിർത്തി എന്നുള്ള ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞതിന് ശേഷം ഇനി
ഈ ഉമാമഹേശ്വര സംവാദത്തിലേക്ക് കടക്കുകയാണ്. രാമായണത്തിൻ്റെ തുടക്കത്തിലേക്ക് മഹാദേവൻ എങ്ങനെയാണ് പാർവതീദേവിക്ക് അത് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മഹാദേവൻ കൈലാസത്തിൽ അങ്ങനെ പാർവതീദേവിയോടുകൂടി ഇരിക്കുകയാണ്. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ബാലലോചനം മുനിസിദ്ധതാദിസേവ്യം. ആ ശ്രീനാരദാദികളായിട്ടുള്ള മുനിമാരാലും അതേപോലെ തന്നെ സനകാദികളായിട്ടുള്ള സിദ്ധന്മാരാലുമൊക്കെ പരിസേവനായിക്കൊണ്ട് ആ ബാലലോചനനായിട്ടുള്ള, ബാലത്തിൽ ലോചനം, നെറ്റിയിൽ കണ്ണുള്ളവൻ, അതായത് മൂന്നാമത്തെ തൃക്കണ്ണ്, അതാണ് ബാലലോചനൻ എന്ന് വെച്ചാൽ ഉള്ള അർത്ഥം. നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. നീലലോഹിതനാണ് ഭഗവാൻ. നീലലോഹിതൻ എന്ന് വെച്ചാൽ എന്താണ്? കഴുത്തിലെ നീലനിറമാണ്. വലിയ ഒരു കാരുണ്യമാണ് മഹാദേവൻ ചെയ്തിട്ടുള്ളത്. ആ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ് അമൃതനു വേണ്ടിയിട്ട്. ദേവന്മാരും അസുരന്മാരും കൂടി രണ്ടു ഭാഗവും പിടിച്ചു വലിച്ച് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയാകുന്ന കയറുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കുമ്പോൾ എന്താത്രേ ആദ്യം പൊന്തി വന്നത്? കാളകൂട വിഷമാണ് പൊന്തി വന്നത് അതിൽ നിന്ന്. ആ കാളകൂട വിഷം സേവിച്ചിട്ട് ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് പരിഭ്രാന്തരായിട്ട് ചെന്ന് മഹാദേവനെ ചെന്ന് ശരണം പ്രാപിച്ചു. മഹാദേവ രക്ഷിക്കണേ രക്ഷിക്കണേ, അന്യഥാ ശരണന്നാസ്തിത്വമേവ ശരണം മമ, അവിടുന്ന് മാത്രമേ ഞങ്ങൾക്ക് ശരണമായിട്ടുള്ളൂ എന്നോട് പറഞ്ഞപ്പോൾ മഹാദേവൻ സതീദേവിയോട് കൂടിയിട്ട് ആ പാലാഴിയുടെ തീരത്തേക്ക് വരുന്നു. അവിടെ ആ വിഷത്തെ കൈകൊണ്ടങ്ങോട്ട് എടുക്കുന്നു, എന്നിട്ട് അങ്ങോട്ട് പാനം ചെയ്യുന്നു. അങ്ങനെയാണ് പാനം ചെയ്തപ്പോഴോ അത് കഴുത്തിൽ കാരുണ്യത്തിൻ്റെ ചിഹ്നമായിട്ട് ഭഗവാൻ കഴുത്തിൽ ധരിക്കുന്നു. അങ്ങനെ എന്തായിത്തീരുന്നു? നീലകണ്ഠനായിത്തീരാണ് മഹാദേവൻ. അങ്ങനെ നീലകണ്ഠൻ എന്നുള്ള ഒരു പേരും വരുന്നു. അതാണ് പറയണത്. നീലലോഹിതം, നീലലോഹിതനാണ്, വിശ്വേശ്വരനാണ്. ദേവി ഇടത്തെ ഭാഗത്തിരിക്കുന്നുണ്ട്. ഹൈമവതി ചോദിച്ചു, ആ ദേവി ചോദിക്കുകയാണ് ചെയ്യണത്, ഭഗവാനെ അവിടുന്ന് എനിക്ക് പല വിധത്തിലുള്ള ഇതിഹാസങ്ങളും ചരിത്രങ്ങളും കഥകളും ആഖ്യാനങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് കേൾക്കണം? എന്നിൽ അങ്ങയ്ക്ക് കാരുണ്യമുണ്ടെങ്കിൽ, ദയയുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ആ പരമമായിട്ടുള്ള തത്വം എന്താണ് എന്നൊന്ന് എനിക്ക് അവിടുന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിനി കേൾക്കാൻ പോകുന്ന ആ ശ്രീരാമകഥയിലെ ശ്രീരാമൻ എന്നതൊരു പുരുഷനല്ല, ഒരു വ്യക്തിയല്ല, അതൊരു തത്വമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അതാണ് എനിക്കൊന്ന് കേൾക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടില്ലേ, എനിക്ക് ഇനി പറഞ്ഞു തരാത്ത എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും കൂടി പറഞ്ഞു തന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. ഞാനത് കേൾക്കാൻ പാത്രമാണെങ്കിൽ, അർഹയാണെങ്കിൽ അതെനിക്കൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല എന്നാവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? മഹാദേവൻ പാർവതിയുടെ ചോദ്യത്തെ അഭിനന്ദിക്കുകയാണ്. ദേവി വളരെ ധന്യയാണ്. കാരണം എന്നോട് ആരും തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഇതിന് മുമ്പ് ചോദിച്ചിട്ടില്ല. ശ്രീരാമചന്ദ്രനിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട്, ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട് ദേവിക്ക് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ചോദ്യം തന്നെ. അതുകൊണ്ട് ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ എന്നൊക്കെ ദേവിയുടെ ആ ചോദ്യത്തെ പുകഴ്ത്തുന്നു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? വളരെ രഹസ്യമാണ് ദേവി ചോദിച്ചിട്ടുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നാലും ശരി, ഭക്തന്മാരായിട്ടുള്ള ആളുകൾ കേൾക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ ഗുരുനാഥന്മാർ എത്ര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനിതാ ആ ഭഗവാന്റെ ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു. ആ മഹാദേവൻ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ആ ചരിത്രമങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ചെയ്യാൻ പോകുന്നത്. ശ്രീരാമൻ ആരാണ് എന്നുള്ള ആ പരമമായിട്ടുള്ള തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ശ്രീരാമൻ എങ്ങനെയുള്ള ആളാണ്? പരമാനന്ദമൂർത്തിയാണ്, പരമാത്മാവാണ്. അതായത് പുരുഷൻ പ്രകൃതിതൻ കാരണാനേകൻ പരൻ. ഈ പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളവനാണ് ഈ ശ്രീരാമൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ആ പരബ്രഹ്മമൂർത്തിയാണ് ആര്? ഈ ശ്രീരാമൻ. എന്താ ഈ ബ്രഹ്മം എന്ന് വെച്ചാൽ? ബ്രഹ്മി എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന ശബ്ദമുണ്ടാകുന്നത്. ഈ ബ്രഹ്മം
ത്തിന് വ്യാപനശീലത്വം, ബൃഹണത്വം, ബൃഹത്വം എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. അതായത് ഈ നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ പിടികെട്ടാത്തതും അതിനതീതവുമായിട്ടുള്ള ശക്തിവിശേഷമാണ് ബ്രഹ്മം. ഇപ്പോൾ നമ്മൾ നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം നിങ്ങൾക്കറിയാം, ചെല്ലണില്ല. അത് ബ്രഹ്മലക്ഷണമാണ്. എന്താണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷണം എന്നതിൽ പറയുകയാണ്. ഭാഗവതത്തിലെ പ്രമശ്ലോകം ജന്മാദിസ്യതോന്നയാദിതരതശ്ചാർത്തേഷവിജ്ഞസ്വരാൾ, അതും ബ്രഹ്മലക്ഷണമാണ്. അർജുനൻ ഭഗവാനോട് ഗീതയിൽ ചോദിക്കുന്നുണ്ട്, തത് കിം ബ്രഹ്മ, ഭഗവാനെ ഈ ബ്രഹ്മം എന്താന്ന് വെച്ചാൽ എന്താണ് എന്ന്. അപ്പോൾ എന്താണ് ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? അക്ഷരം പരമം ബ്രഹ്മ, നാശമില്ലാത്തതും സർവോത്കൃഷ്ടവുമായിട്ടുള്ള ആ വസ്തുവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. തസ്മാൽ സർവകഥാശക്തി സാ ബ്രഹ്മേതി ഗത്യതേ. വേദവ്യാസ മഹർഷി ദേവീ ഭാഗവതത്തിൽ പറയുകയാണ്, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആ ശക്തിയെ വിശേഷത്തെയാണ് എന്തെന്ന് പറയുക? ബ്രഹ്മം എന്ന് പറയുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ബ്രഹ്മ സ്വരൂപമാണ് ആരുടേത്? ഈ ശ്രീരാമചന്ദ്രൻ്റെ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ പരമമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാൻ ഞാനിതാ ശ്രീരാമനും സീതയും ഹനുമാനും തമ്മിലുള്ള ഒരു സംവാദത്തിൽ കൂടെ ആ കാര്യം ഞാൻ വെളിപ്പെടുത്തി തരാം ദേവി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഭാഗം രാമഹൃദയം എന്ന പേരിലാണ് രാമായണത്തിൽ അറിയപ്പെടുന്നത്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക തത്വപ്രകരണമാണ് ഈ രാമഹൃദയം എന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പഠിച്ച് വേണ്ട പോലെ ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനമുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു വിജ്ഞാനത്തിൻ്റെയും ഒരു അറിവിൻ്റെയും ആവശ്യമില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ് ആ രാമഹൃദയം എന്നുള്ള ആ വസ്തുത. അപ്പോൾ ഈ വസ്തുതയെ സ്പഷ്ടമാക്കാനാണ് ഇവർ തമ്മിലുള്ള സംവാദം പറയുന്നത്. ആ തത്വത്തെ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ മാഹാത്മ്യത്തെ മുഴുവൻ തന്നെ ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ പ്രകരണം. ഈ രാമഹൃദയം എന്ന ഈ ഭാഗം ഇത് മോക്ഷസാധനമാണ്. എന്താച്ചാൽ ശ്രീരാമചന്ദ്രസ്വാമി രാവണനെ വധിച്ച് സീതയെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയി അയോധ്യയിലേക്ക് കൊണ്ടുപോയി പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് അവിടെ സുഖമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അതാ ഹനുമാൻ, ആ ഭക്തശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ അവിടേക്ക് സീതാരാമന്മാരെ നമസ്കരിക്കാൻ വേണ്ടി അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഹനുമാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി വരാൻ പോകുന്നുണ്ട്. ആ സുന്ദരകാന്ഡം, കിഷ്കിന്ധാകാന്ഡത്തിലൊക്കെ ഹനുമാൻ്റെ മുഴുവൻ പരാക്രമങ്ങളും ചരിത്രങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിന്നമതരാക്ഷസാന്തകം. എവിടെ രാമകഥ പറയുന്നുവോ, രാമായണം വായിക്കുന്നുവോ, രാമനാമം ജപിക്കുന്നുവോ, അവിടെ ഹനുമാൻ സ്വാമി വന്നിരുന്ന് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് കണ്ണിൽ നിന്ന് അശ്രുധാരക്കളങ്ങനെ പൊഴിച്ചുകൊണ്ട് ആ രാമകഥയിൽ അങ്ങനെ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഹനുമാനെ ഞാൻ നമസ്കരിക്കണോ എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ പദ്യം. അപ്പോൾ നമ്മൾ ഹനുമാൻ നമ്മുടെ ഇടയിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ഒരു ശ്രീരാമനെ സ്മരിക്കുമ്പോൾ അത് ആ സ്മരണം പൂർണ്ണമാകണമെങ്കിൽ ഹനുമാനെ കൂടി സ്മരിച്ചാലേ പൂർണ്ണമാകുകയുള്ളൂ. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. മഹാഭാരതം വായിക്കുന്ന ദിക്കിൽ അശ്വത്ഥാമാവ് അത് കേൾക്കുവാൻ വേണ്ടി അവിടെ വരാറുണ്ട് എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പം മഹാദേവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെ കൂടി സ്മരിക്കണം? നന്ദികേശ്വരനെ കൂടി ഒപ്പം സ്മരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ വാമനമൂർത്തിയെ നമ്മൾ സ്മരിക്കുക എന്ന് വിചാരിക്കുക. ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മഹാബലിയെയും കൂടി സ്മരിക്കണം. നമ്മൾ തൃക്കാക്കരപ്പനെ ഓണത്തിന് വയ്ക്കുമല്ലോ, അപ്പോൾ മഹാബലിയുടെ ഒരു ബിംബവും ഒപ്പം ഒക്കെ വയ്ക്കാറുണ്ട്. അതാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം വരുന്നത്. അപ്പോൾ ഹനുമാൻ, അങ്ങനെയൊക്കെയുള്ള ഹനുമാനെ കണ്ടു പറയുകയാണ്, സീത പറയുകയാണ്, ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലും ഒരു നേരവുമില്ലാശയില്ലല്ലോ. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ലൗകികമായിട്ട് ഒരാഗ്രഹവുമില്ല, ഒരു വിധത്തിലുള്ള ഒന്നും വേണമെന്നില്ല. ആത്മജ്ഞാനം, ഈശ്വരനെക്കുറിച്ചുള്ള ഭക്തി, ആ ജ്ഞാനം, അതിൽ പരം ഒന്നും തന്നെ ഹനുമാൻ ആവശ്യമില്ല. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. ബ്രഹ്മചാരികളിൽ ഒന്നാമനായിട്ടുള്ള ഈ ഹനുമാൻ
ആത്മജ്ഞാനം ഗ്രഹിക്കുവാൻ എന്തുകൊണ്ടും അർഹനാണ്, എന്തുകൊണ്ടും സമർത്ഥനാണ്. അതുകൊണ്ട് ദേവി എന്തു ചെയ്യണം? കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. ദേവി തന്നെ നേരിട്ട് എൻ്റെ തത്വത്തെ ഹനുമാനെ ഒന്ന് ധരിപ്പിക്കൂ, ഒന്ന് കേൾപ്പിക്കൂ എന്ന് പറയുകയാണ്. നമ്മുടെ തത്വമിവനറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞത്തികളിൽ ഉത്തമോത്തമാനടോ. ഈ ബ്രഹ്മോപദേശം കേൾക്കാൻ എല്ലാവരും അർഹരല്ല. അതിന് പാകപത വന്ന ആളുകളോട് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിന് അർഹതയുള്ള, അതിന് യോഗ്യനായിട്ടുള്ള ആളാണ് ഹനുമാൻ. ദേവി പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സീതാദേവിയോട് ഭഗവാൻ അരുളി ചെയ്തപ്പോൾ സീതാദേവി ഹനുമാനെ വിളിച്ച് പറയുകയാണ്, ഭഗവാന്റെ പരമമായിട്ടുള്ള തത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം. ഈ ശ്രീരാമൻ എന്നത് വെറും ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞല്ലോ, ഒരു പുരുഷനല്ല, അതൊരു തത്വമാണ്. സച്ചിദാനന്ദ സ്വരൂപനാണ്, അദ്വയമാണ്, അദ്വിതീയനാണ്, രണ്ട് എന്ന അവസ്ഥയില്ലാത്തവനാണ്, പരബ്രഹ്മസ്വരൂപനാണ്. നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. എല്ലാവിധ ഉപാധികളിൽ നിന്നും നിർമുക്തനാണ്. ജനനം, മരണം, ജര, നര ഇങ്ങനെയുള്ള എല്ലാ ഉപാധികളിൽ നിന്നും, ഗുണങ്ങളിൽ നിന്നും, ദോഷത്തിൽ നിന്നും സത്താമാത്രമായി സ്ഥിതി ചെയ്യുന്നവനാണ്. ആർക്കും തന്നെ നിശ്ചയിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ശ്രുതി, വേദം, ഉപനിഷത്തൊക്കെ പറയുന്നത് എന്താണ്? വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ പറ്റാത്ത അത്രയും വിദൂരത്തിലാണ് ഈ ഭഗവാന്റെ മഹിമകൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലാത്തവനാണ്, യാതൊന്നും ബാധിക്കാത്തവനാണ്. ജന്മാദികളില്ലാത്തൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞാലും ജനനങ്ങളോ മരണമോ ഒന്നുമില്ലാത്ത ആ പരബ്രഹ്മമായിട്ടുള്ള വസ്തുവാണ് ഈ ശ്രീരാമൻ. എല്ലാറ്റിനും കാരണമായിട്ടുള്ളവനാണ്, എല്ലാ ദിക്കിലും വ്യാപിച്ചിട്ടുള്ളവനാണ്. ആ രമന്തേ യോഗിനാനന്ദേ സത്യാനന്ദേ ചിതാത്മനി ഇത് രാമപദേ നാസൗ പരം ബ്രഹ്മാഭിധീയതേ എന്നാണ് രാമപദത്തിൻ്റെ വിഗ്രഹവും അതിൻ്റെ അർത്ഥമൊക്കെ പറയുന്നത്. അപ്പോൾ സർവാത്മാ സർവജ്ഞനാണ്, എല്ലാ ദിക്കിലും സർവാത്മാനം. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഈശ്വര സർവഭൂതാനാം ഹൃദയേശർജുന തിഷ്ഠതി. സർവജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമി സ്വരൂപേണ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭഗവാനാണ്. ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നത്, മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും കാരണമായിട്ടുള്ള ആളാണ് ഭഗവാൻ. സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും. അപ്പോൾ ആ ശ്രീരാമദേവൻ്റെ ആ പരമമായിട്ടുള്ള തത്വത്തെക്കുറിച്ച് സീതാദേവി ഇങ്ങനെ ചുരുക്കി അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി പറഞ്ഞു കൊടുത്തപ്പോൾ ഇനി ഞാൻ എൻ്റെ തത്വത്തെ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ്റെ തത്വത്തെ പറഞ്ഞു കൊടുത്തു. സീത ആരാണ്? സീതയും ഇതേപോലെ തന്നെ സീതാദേവിയും തന്നെ സാധാ ഒരു സ്ത്രീയല്ല, അതും പരമമായിട്ടുള്ള ഒരു തത്വമാണ്, മൂലപ്രകൃതിയാണ്. നിന്നോട് ഞാൻ തൻ മൂലപ്രകൃതിയായിടോ. എന്താ ഈ പ്രകൃതി എന്ന് വെച്ചാൽ അർത്ഥം? പ്രകൃഷ്ടവാചക പ്രശ്ച കൃതിശ്ച സൃഷ്ടിവാചക. സൃഷ്ടവ് പ്രകൃഷ്ടമായ ദേവി പ്രകൃതി സാ പ്രകീർത്തിത. ദേവീ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ആ മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയുടെ മഹിമ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ പറയുകയാണ്, പ്രകൃതിയിലെ പ്ര എന്ന ശബ്ദത്തിന് പ്രകൃഷ്ടം ശ്രേഷ്ഠം എന്നർത്ഥം, കൃതി എന്നതിനോ സൃഷ്ടി എന്നർത്ഥം. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ സമർത്ഥയായിട്ടുള്ള ദേവി എന്നാണ് ഈ മൂലപ്രകൃതി എന്ന ശബ്ദത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയെയാണ് ഇവിടെ, പ്രകൃതിയാണ് എന്ത്? സീത എന്നുള്ള തത്വമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ പിന്നീട് ആ രാമകഥ
വിസ്തരിച്ച് വളരെ സംഗ്രഹിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ തന്നെ മൂലപ്രകൃതിയായിട്ടുള്ള എൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ള കാര്യം ഹനുമാനോട് സീതാദേവി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണു. യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? യാജ്യനാണ്, യജിക്കപ്പെടേണ്ടവനാണ്. യജ്ഞോ യജ്ഞപതിർയജ്വ, സഹസ്രനാമത്തിൽ ഭഗവാന്റെ പര്യായ പദങ്ങളായിട്ട് നാമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ, യാജ്യനായിട്ടുള്ള നാരായണൻ ഭക്തിയുള്ള ആളുകൾക്ക് മോക്ഷം കൂടി അങ്ങോട്ട് നൽകിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ മൂലപ്രകൃതിയായിട്ടുള്ള ഞാൻ, ആ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ സഹായത്തോടു കൂടിയിട്ട് ലോകത്തിലെ സൃഷ്ടി സംഹാരങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാ കർമ്മങ്ങൾ ചെയ്യുന്നതു ഞാൻ എന്ന് തോന്നിക്കുന്നു. തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീതാദേവി അവിടെ നിർത്തുകയാണ്. സീതാദേവി അവിടെ അങ്ങോട്ട് നിർത്തിയപ്പോൾ പിന്നീട് അതിനുശേഷം ശ്രീരാമൻ നേരിട്ട് ഹനുമാന് തത്വോപദേശം ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതോ ജീവാത്മാവറികടോ തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കണ്ടില്ലയോ കണ്ടാലും അതുപോലെ. അപ്പോൾ ഇവിടെ ആത്മാവ്, അതേപോലെ തന്നെ അനാത്മാവ്, പരമാത്മാവ്, ഇവയുടെ ലക്ഷണങ്ങളെ ഞാൻ ഹനുമാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ആകാശത്തിൻ്റെ ഉപമയിൽ കൂടെയാണ് ആ പരമമായിട്ടുള്ള തത്വം ഇവിടെ ബോധിപ്പിക്കുന്നത്. ആകാശത്തിന് 3 വിധ ഭേദങ്ങളാണ്. ഏതൊക്കെയാണ്? എങ്ങും നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒഴിവാണ് മഹാകാശം. കുളത്തിൽ കാണപ്പെടുന്നത് എന്താണ്? ജലാകാശം. കുളത്തിലെ ആകാശത്തിൻ്റെ പ്രതിബിംബത്തെ പ്രതിഭാസാകാശം എന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ സാക്ഷിയായുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ, സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ, അതിന് ആകാശത്തിൻ്റെ ഉപമയിൽ കൂടി സമർപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും പറയുകയാണ്, തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടും മമ തത്വത്തെ എറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഭഗവാന്റെ ഈ പറഞ്ഞിട്ടുള്ള പരമമായിട്ടുള്ള തത്വത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ആചാര്യകാരുണ്യത്താൽ, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഗുരുനാഥന്മാരെ സേവിക്കുക. തത്വമസി, അഹം ബ്രഹ്മാസ്മി മുതലായ മഹാവാക്യങ്ങൾ പഠിച്ചതുകൊണ്ടൊന്നും മുഴുവൻ അത് മനസ്സിലായി എന്ന് വരില്ല. അതിനാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരെ നമ്മൾ സമീപിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിലുള്ള ചെറുപ്പക്കാരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് കഠോപനിഷത്തിലെ ഒരു മന്ത്രം ഇടയ്ക്ക് പറയാറുണ്ട്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ക്ഷുരസ്യധാരാ നിശിത ദുരത്യയ, മാർഗം പദം തൽ കവയോ വദന്തി. കേട്ടിട്ടുണ്ടാകും പലരും ഈ ഉത്തിഷ്ഠത എന്നുള്ളതൊക്കെ. എന്താ ഉത്തിഷ്ഠത എന്ന് വെച്ചാൽ അർത്ഥം ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക, അതിൻ്റെ ചെറിയൊരർത്ഥമാണ്. പക്ഷേ അതിലുപരിയായിട്ട് ശങ്കരാചാര്യസ്വാമികളൊക്കെ വലിയ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? അനാദികാലമായിട്ട് അവിദ്യയിൽ, അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അനാദികാലമായിട്ട് അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന ഹേ ജീവന്മാരെ, നിങ്ങൾ ഈ അജ്ഞാനനിദ്രയിൽ നിന്ന് ഒന്ന് ഉണരൂ. എന്നിട്ട് എന്തു വേണം? വരാൻ പ്രാപ്യ. വരാൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരെ നിങ്ങൾ ചെന്ന് സമീപിക്കൂ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെ സമീപിക്കൂ. അവർ പറഞ്ഞു തരും ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഈശ്വരൻ്റെ മഹിമ എന്താണ്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് അവരിൽ പറഞ്ഞു തരുന്നത്. അതുപ്രകാരം ഗ്രഹിച്ച് അതുപ്രകാരം പ്രവർത്തിക്കൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ തത്വത്തേജറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം അനുപേക്ഷണീയമായിട്ടുള്ളതാണ്. ആരാണ് ഗുരു? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. അപ്പം അങ്ങനെ തത്വമസ്യാദി
ക്ലാസ്സിൽ വെച്ചോളൂ. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. നമുക്കിപ്പോൾ തത്വജ്ഞാനം ഉണ്ടാവണം, അല്ലെങ്കിൽ മോക്ഷാനുഭൂതി ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാകുക? ആ ഭക്തി വേണം. നിഷ്കളങ്കവും നിഷ്കപടവുമായിട്ടുള്ള വിശ്വാസപൂർവമുള്ള ഭക്തിയുള്ളവർക്ക് മാത്രമേ തത്വജ്ഞാനവും കൈവല്യവും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ അവിടെ നിർത്തുകയാണ്. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീതൊരു നാളും മൽഭക്തിയില്ലാതായി ദേവീടും നരന്മാരോടുപതേ പറഞ്ഞറിയിക്കരുതടോ. പരമാത്മാവാം മമ ഹൃദയം. മമ ഹൃദയം വെച്ചാൽ എൻ്റെ ഹൃദയം വെച്ചാൽ രാമഹൃദയം എന്നർത്ഥം. രാമഹൃദയം എന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇതിൽ അറിയപ്പെടേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഭക്തിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവർക്ക് ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു കൊടുക്കാം. മഹാദേവൻ മഹാദേവിയോട് അരുളി ചെയ്തിട്ടുള്ള ഈ രാമമാഹാത്മ്യമുണ്ടല്ലോ, വളരെ പവിത്രമാണ്, വളരെ ഗുഹ്യമാണ്, രഹസ്യമാണ്. അതാണപ്പോൾ ശ്രീരാമനും സീതയും കൂടി ഹനുമാനായിട്ട് ഉപദേശിച്ചു കൊടുത്തത്. മോക്ഷപ്രദം പാപകരം ഹൃദ്യം ആനന്ദോദയം. ഇത് മോക്ഷപ്രദമായിട്ടുള്ളതാണ്, പാപത്തെ നശിപ്പിക്കുന്നതാണ്. ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പോവാൻ മുക്തനായി ഒരു സംശയമില്ലാനാഥേ. മഹാദേവൻ തന്നെ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സീതാദേവിയും ശ്രീരാമചന്ദ്രനും കൂടി ഉപദേശിച്ചിട്ടുള്ള ഈ ഉപദേശങ്ങളെ ഭക്തിശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, പഠിക്കുക, കേൾക്കുക ചെയ്യുന്നവർക്ക് അവരുടെ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തരായിട്ട് ഭഗവാന്റെ പരമപദത്തെ അവർക്ക് പ്രാപിക്കാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഫലശ്രുതി വളരെയധികം പറയുന്നുണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ അപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ നിർത്തുകയാണ്. അങ്ങനെയാണ് നിർത്തിയപ്പോഴാണ് വീണ്ടും തന്നെ ഇവിടെ പാർവതീദേവി ചോദിക്കണത്, ഭഗവാനെ അവിടുത്തെ മുഖത്തു നിന്ന് ആ രാമകഥയാകുന്ന അമൃത് കേട്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല, അതിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, ഒന്ന് വിസ്തരിച്ചു തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാരായുള്ളോർ കർത്തവമുണ്ടായി വരാം, കിംണന്മാർക്കു നിത്യസൗഖ്യമുണ്ടായി വരാ, കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഒരുപാട് സുഭാഷിതങ്ങൾ. ഇപ്പം രാമായണം നിത്യജീവിതത്തോട് വളരെ ബന്ധപ്പെട്ടതാണ്. നമ്മളെങ്ങനെ ജീവിക്കണം, ഏതൊക്കെ മാർഗങ്ങൾ നമ്മൾ കൂടെ പോകണം, അതിനൊക്കെ വളരെ വിസ്തരിച്ച് നമുക്ക് ഓരോ വരിയിലും വാക്കുകളിലും ഓരോ ഉപദേശങ്ങളും സുഭാഷിതങ്ങളും നൽകുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഭാഷിതമാണ് ഇതാ ഇപ്പം ഈ പാർവതീദേവി ചോദിച്ചിട്ടുള്ള ഈ ശ്ലോകം. കിംഷണസ്യ കുതോ ഗതി കിങ്കണസ്യ കുതോ വിദ്യ. ആ മൂലത്തിൻ്റെ അതേ വിധത്തിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കിങ്കണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. എങ്ങനെയുള്ള ആളുകൾക്ക് ജ്ഞാനമുണ്ടാവൂ, വിദ്യയുണ്ടാവൂ? ഇപ്പം അല്പസമയമേ ഉള്ളൂ. ആ സമയം നമ്മൾ അതിനെ ഒട്ടും പാഴാക്കാതെ ആ സമയം അത് വിലപിടിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ, മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിദ്യയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നാളെ പരീക്ഷയാണെന്നെല്ലാം പഠിക്കാച്ചിട്ട് വിചാരിച്ചാൽ അത് നടന്നു എന്ന് വരില്ല. കണശക്രണശൈവ വിദ്യാമർത്ഥം ച സാധയേൽ. അതായത് സാവധാനത്തിൽ മെല്ലെ മെല്ലെയാണ് വിദ്യയും അർത്ഥവും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിസ്സാരമായിട്ടുള്ള ഒരു സമയവും പാഴാക്കാതെ അതും വിലപിടിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിദ്യയുണ്ടാവുള്ളൂ, ഭഗവാന്റെ തത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവുമുണ്ടായി വരാ. കിങ്കണന്മാർക്ക് അർത്ഥം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. കിങ്കണന്മാരെന്ന് വെച്ചാലോ, ഇപ്പോൾ കുറച്ച് പണം, കുറച്ച് 1 ഉറുപ്പികയുള്ളൂ, അത് നിസ്സാരമല്ലേ എന്ന് ഉദ്ദേശിച്ചിട്ട് തട്ടി നീക്കി മാറ്റി വയ്ക്കുന്നവർക്ക്, അങ്ങനെ അനവധി ഉറുപ്പിക കൂടിയതാണല്ലോ വലിയ സംഖ്യയായിട്ട് വരിക. അങ്ങനെ നിസ്സാര സംഖ്യ പോലും പാഴാക്കാതെ ശേഖരിച്ചു വയ്ക്കുന്നവർക്ക് എന്തുണ്ടാവുള്ളൂ, പണവും സമ്പത്തും ഉണ്ടാകുകയുള്ളൂ. അതാണ് കണശക്രമശൈവ വിദ്യാമർത്ഥം ച സാധയേൽ. സാവധാനത്തിലാണ്, കുറേശ്ശെ ആയിട്ടാണ് വിദ്യയും അർത്ഥവും നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. കൃമണന്മാർക്കു നിത്യസൗഖ്യമുണ്ടായി വരാം. ഹൃണം എന്ന് വെച്ചാൽ കടമുള്ള ആളുകൾക്ക് ഒരു ജീവിതത്തിൽ ഒരു സുഖവും ഒരു സമാധാനവും ഉണ്ടായി പോവുകയില്ല.
അതേപോലെ തന്നെ കിം ദേവന്മാർക്കു ഗതിയും പുനരുതുപോലെ ഒരു ദേവനെയും ആരാധിക്കാത്തവർക്ക് ഒരു ഗതിയും ഉണ്ടാകുകയില്ല. ചുരുക്കി പറഞ്ഞു പോവുകയാണ്. എല്ലാ ഭാഗങ്ങളും നമുക്ക് എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചു പോകണമെങ്കിലേ ചുരുക്കി പറഞ്ഞാലേ അത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചേതേടണം മടിയാതെ. അതുകൊണ്ടല്ലയോ മഹാദേവ, എനിക്ക് അത് വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണം എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ ആ ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ, പാർവതീ ദേവിയുടെ വാക്കുകൾ കേട്ട് ആ രാമായണത്തിൻ്റെ മഹിമ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നാൽ ശരി, ഞാനത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അധ്യാത്മരാമായണമെന്ന പേരിനിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. അധ്യാത്മരാമായണമെന്ന ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, വായിക്കുന്നവർക്ക് അധ്യാത്മജ്ഞാനം, ഈശ്വരനെക്കുറിച്ചുള്ള എല്ലാ അറിവും തന്നെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും, എത്രയും രഹസ്യമീതെങ്കിലോ കേട്ടാലും നീ. ഇത് വേണ്ട പോലെ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ ഭക്തിയുണ്ടാവും. അതേപോലെ തന്നെ ഭഗവാനിൽ ആ ഭക്തി ഉണ്ടായാലോ മോക്ഷപ്രാപ്തിയും കൈവരിക്കാൻ സാധിക്കും. ആ രഹസ്യമായിട്ടുള്ള സംഗതിയാണെങ്കിലും അത് ഞാൻ ദേവിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ ആ കഥാകഥനത്തിലേക്ക് അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് രാമായണത്തിൻ്റെ ഒരു ആമുഖമാണ് പറഞ്ഞത്. അതിൽ രാമതത്വം, രാമഹൃദയം എന്ന ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഭാഗം, വളരെ ചുരുക്കി നമുക്ക് പറയാനും കേൾക്കാനും സാധിച്ചു. ഇനി മഹാദേവൻ പറയുകയാണ്, ഭക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്രയാം ഭൂമിദേവി. ഈ പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാർ, പങ്ക്തികന്ധരമുഖൻ എന്ന് വെച്ചാൽ എന്താണ്? തലകളിങ്ങനെ കൂട്ടമുള്ള ആളെന്നർത്ഥം. അതാരാണ്? രാവണൻ എന്നർത്ഥം. അതായത് രാവണൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരുടെ ഉപദ്രവം കൊണ്ട് ഭൂമി സന്തപ്തയായി എന്ന് പറയുകയാണ്. അതായത് പണ്ട് രാക്ഷസന്മാരുടെ സാമ്രാജ്യം ലങ്കയിൽ അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു. മാലി, സുമാലി, മാല്യവ്യാൻ, ഇങ്ങനെ 3 പേരാണ് അവരിൽ പ്രബലന്മാരായിട്ടുള്ളത്. 3 പേരും ആരാണ്? സഹോദരന്മാരാണ്. പാലാഴി മദനം അനന്തരമുണ്ടായിട്ടുള്ള പാലാഴി മഴത്തിന് ശേഷം വലിയ ഒരു ദേവാസുര യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഭഗവാൻ നാരായണൻ ചക്രായുധം കൊണ്ട് മാലിയെയും സുമാലിയെയും വധിച്ചു. മാല്യവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നാരായണനോട് എതിരിട്ടാൽ തനിക്കും മരണം സംഭവിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എതിരിടാൻ നിൽക്കാതെ ബാക്കിയുള്ള സൈന്യങ്ങളോട് കൂടിയിട്ട് എവിടേക്ക് പോകുന്നു? പാതാളത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അങ്ങനെ രാക്ഷസന്മാരുടെ ഉപദ്രവം തീർന്നു. അങ്ങനെ അവർ ബാക്കിയുള്ളവരെ വിഷമത്തോടു കൂടി പാതാളത്ത് കഴിയാണ്. അവർക്ക് വീണ്ടും ഈ രാക്ഷസ ശക്തി ഭൂമിയിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം. അവരെന്തു ചെയ്യണോ? അതിൽ അവർക്കൊരു ആ രാക്ഷസന്മാർക്കൊരു മകളുണ്ട്. അവളുടെ പേരാണ് കൈകസി എന്ന്. കൈകസി. ആ കൈകസിയെ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ. ഇവളെന്ത് ചെയ്യണോ? വിശ്രവസ് എന്നു പേരായിട്ടുള്ള മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവതി ആരാണ്, എന്താണ് വേണ്ടത് ചോദിച്ചു. എൻ്റെ ഏത് അഭീഷ്ടം സാധിക്കാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്യണം. എന്നാൽ ഞാൻ എൻ്റെ അഭീഷ്ടം പറഞ്ഞു. എന്നെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് കൊടുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നു. അങ്ങനെ ആ വിശ്രവസ് മഹർഷി ഈ കൈകസിയെ വിവാഹം കഴിക്കണം. അങ്ങനെ അവരങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ അവൾ രാക്ഷസിയാണ്. അവൾക്ക് ഈ മഹർഷിയിൽ നിന്ന് ശക്തന്മാരായ പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ വേഷം മാറി വന്നിട്ടുള്ളത്. പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ. അതാ അവർക്കതിൽ 3 സന്താനങ്ങളുണ്ടാവുകയാണ്. ഒരാളാണ് ആര്? രാവണൻ. പിന്നെ ആരാണ്? തസ്യാനുജഊജാസ്താം കുംഭകർണ വിഭീഷണവും. അവൻ്റെ അനുജന്മാരായിട്ട് 2 പേരും കൂടി ഉണ്ടാകുന്നു. ആര്? കുംഭകർണനും വിഭീഷണനും. അവർക്കൊരു സഹോദരിയുണ്ട്. അതാരാണ്? ശൂർപ്പണേഖ. അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ശൂർപ്പണേഖ. അവർ 3 പേരും ശക്തന്മാരാണ്, നല്ല ശക്തിശാലികളാണ്. എന്തിലും ശരി
കൂടുതൽ തപസ് ചെയ്ത് ശക്തി ഉണ്ടാവാനും വരബലം സമ്പാദിക്കാനും വേണ്ടി തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേദസം അവർ ഗോകർണത്ത് വന്ന് ബ്രഹ്മദേവനെക്കുറിച്ച് അങ്ങോട്ട് തപസ് തുടങ്ങി. ഈ 3 രാക്ഷസന്മാരും, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, അവരെന്താണ് ബ്രഹ്മദേവ പ്രത്യക്ഷനാകൂ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അതികഠിനമായിട്ടുള്ള തപസ്. ഒറ്റക്കാലിൽ പെരുവിരലിൽ ഊന്നിക്കൊണ്ട് പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് തപസ് ചെയ്യുന്നത്. ശൂർപ്പണേക അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ടും അവർക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷനാവില്ല എന്ന് കണ്ടപ്പോൾ രാവണന് ദേഷ്യം വരാൻ തുടങ്ങി. രാവണൻ വാളെടുത്ത് തൻ്റെ കഴുത്തങ്ങനെ മുറിക്കാൻ തുടങ്ങി. 10 കഴുത്താണ് രാവണന്. ഓരോ കഴുത്തും മുറിച്ച് അഗ്നിയിൽ അങ്ങനെ ഹോമിക്കുകയാണ്. അപ്പോഴൊന്നും ബ്രഹ്മദേവൻ വരുന്നില്ല. 10ാമത്തെ ശിരസും വെട്ടാൻ വേണ്ടിയാണ് തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട്, രാവണ, നീ സാഹസം പ്രവർത്തിക്കേണ്ട, നിൻ്റെ തപസ് കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കണു, എന്താണ് നിനക്ക് വരമായിട്ട് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷീകൃത്യ വേദസം വവ്രരേജവരാനിഷ്ടാനസ്മാദാശ്രിതവത്സലാത് 3 പേരും ആ ആശ്രിതവത്സരനായിരിക്കുന്ന ബ്രഹ്മദേവനിൽ നിന്ന് അഭീഷ്ടങ്ങളായിട്ടുള്ള വരങ്ങളെ ഭരിക്കുകയാണ്. എന്താണ് രാവണൻ ഭരിച്ചത്? രാവണോ മാനുഷാധന്യൈരവധ്യത്വം തദാത്മന. രാവണൻ ഭരിക്കാൻ പോയത് എനിക്ക് മരണം പാടില്ല, അമരത്വം വേണമെന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അത് തരാൻ പറ്റില്ല. കാരണം ഈ ലോകത്തിൽ ജനിച്ചവർക്ക് മരണവും മരിച്ചവർക്ക് ജനനവും നിശ്ചിതമാണ്. ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ജന്മമൃതസ്യ ച. അതിനെ സൃഷ്ടികർത്താവായിട്ടുള്ള എനിക്ക് പോലും മാറ്റാൻ പറ്റില്ല. അത് വിധിയുടെ വിധാനമാണ്, ജനനമരണങ്ങൾ, അതുകൊണ്ട് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്താ ഭരിച്ചത്? എന്നാൽ മനുഷ്യന്മാർ രാക്ഷസന്മാരെ അപേക്ഷിച്ച് കേവലം നിസ്സാരന്മാരാണ്. ആ നിസ്സാരന്മാരായിട്ടുള്ള ആ ഒരു മനുഷ്യൻ മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്ന് വരാമാണ് രാവണൻ ഭരിച്ചത്. തഥാസ്തു, അപ്രകാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് രാവണനെ അനുഗ്രഹിക്കുന്നു. ഇനി അടുത്ത ഊഴം കുംഭകർണനാണ്. കുംഭകർണ, എന്താണ് നിനക്ക് വരമായിട്ട് വേണ്ടത് എന്ന്. നിർദ്ദേവേത്വേച്ഛയാം നിദ്രാം കുംഭകർണോ വൃണീതച. കുംഭകർണൻ ദേവന്മാരുടെ മുഴുവൻ തന്നെ ആധിപത്യം തനിക്കാകണം, ലോകത്തിൻ്റെ അതീശത്വം തനിക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ ദേവന്മാരൊക്കെ ആകെ ഇതൊക്കെ അറിയുന്നുണ്ട്. അവരാകെ വിഷമത്തിലായി. അവരെന്തു ചെയ്തു? സരസ്വതി മാതാവിനോട് ചെന്ന് പറയുകയാണ്, ദേവി, അവിടുന്ന് ഇതാ കുംഭകർണൻ്റെ നാവിലൊന്ന് വിളയാടിയിട്ട് അവൻ പറയാൻ പോകണ വാക്കൊന്ന് അക്ഷരമൊന്ന് പിഴപ്പിക്കണട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ സരസ്വതി മാതാവ് പറഞ്ഞു, ഇവനെപ്പോലെ അധർമ്മിയായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ നാവിൽ ഞാൻ വന്ന് വിളയാടി, അതെങ്ങനെയാണ് ശരിയാവുക? എനിക്കും കൂടി അശുദ്ധി പറ്റില്ലേ ചോദിച്ചു ദേവി. അപ്പോൾ അതിന് ദേവി വിഷമിക്കണ്ട, അവൻ്റെ നാവിൽ അശുദ്ധിയില്ല. കൈകസി ഈ രാക്ഷസ കുട്ടികളെ പ്രസവിച്ച് കിടക്കുമ്പോഴേ കുംഭകർണൻ അങ്ങനെ വായും പൊളിച്ച് കിടക്കുകയാണത്രേ. ഈ പഴുത്ത മാവിൻ്റെ ഇല കാറ്റത്ത് വന്ന് അവൻ്റെ വായിൽ പെട്ടിട്ടുണ്ട്. പഴുത്ത മാവിൻ്റെ ഇല വളരെ ശുദ്ധിയുള്ളതാണ്. നമ്മൾ പണ്ടൊക്കെ പല്ല് തേക്കാൻ ഉപയോഗിക്കും പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട്. ഇപ്പോഴത്തെ ആളുകളൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, കുട്ടികളൊന്നും എടുക്കില്ല. പഴയ ആളുകളോട് ചോദിച്ചാൽ അറിയാം, വളരെയധികം പച്ചക്കറിക്കല കൊണ്ട് നാവ് പിടിക്കുക, പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് പല്ല് തേക്കുകയൊക്കെ ചെയ്താൽ വളരെ ശുദ്ധിയുള്ളതാണ് നാവിന്. അപ്പോൾ അങ്ങനെ അവൻ അറിയാതെയാണെങ്കിലും അവൻ്റെ വായയിൽ മാവിൻ്റെ ഇല വീണിട്ടുണ്ട്, അവൻ്റെ വായയ്ക്ക് ശുദ്ധിയുണ്ട്, ദേവി പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അവങ്ങനെ നിർദ്ദേവത്വം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് എന്താക്കിയത്? നിദ്രേവത്വം എന്നായി. ഒരു രകാരം രേഫം ലേശം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പഴച്ചു. ദേവന്മാരുടെ ആധിപത്യം കിട്ടുന്നതിന് പകരം എന്താ അവന് ലഭിച്ചത്? നിദ്രേവത്വം, നിദ്ര, ഉറക്കമാണ് അവന് വരമായിട്ട് ലഭിച്ചത്. അതും കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത മുഴമാർക്കാണ് വിഭീഷണനാണ്. വിഭീഷണൻ എന്തു ചെയ്തു? വിഭീഷണൻ ഇതേപോലെയൊന്നുമല്ല. വിഭീഷണോ വിഷ്ണുഭക്തിം വൗരേ സത്വഗുണാന്യത. വിഭീഷണ, അങ്ങേക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അങ്ങയുടെ തപസ് കണ്ട് സന്തോഷിച്ചിരിക്കണോ? വിഭീഷണൻ ഇതേപോലെയുള്ള ആളൊന്നും, രാവണൻ്റെ സ്വഭാവമോ കുംഭകർണൻ്റെ സ്വഭാവമൊന്നുമല്ല. അപ്പം രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, 3 ഗുണങ്ങളാണ് നമ്മളിലൊക്കെ ഏറിക്കുറഞ്ഞിരിക്കുന്നത്. രജോ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം, ഇങ്ങനെയുള്ള വികാരങ്ങളും ഗുണങ്ങളിലും ആരിലുണ്ടോ അവരൊക്കെ രജോ ഗുണമുള്ളവരാണ്. തമോ ഗുണം എന്ന് വെച്ചാലോ ഉറക്കം, മടി, ആലസ്യം,
ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ മാറ്റിവെക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു തമോ ഗുണമുള്ളവരാണ്. സത്യം, ബ്രഹ്മചര്യം, ആസ്തിക്യം, അപരിഗ്രഹം, ഈശ്വരവിശ്വാസം ഇതൊക്കെ ഉള്ള ആളുകളാണ് സത്വഗുണം എന്ന് പറയുക. അപ്പോൾ അത് സത്വഗുണം, ഈ 3 ഗുണങ്ങളും രാമായണത്തിലെ ഈ 3 കഥാപാത്രങ്ങളും ഈ 3 ഗുണങ്ങളുടെ പ്രതീകമാണ്. രാവണൻ ഏതിൻ്റെ പ്രതീകമാണ്? സത്വഗുണത്തിൻ്റെ രജോ ഗുണത്തിൻ്റെയും, കുംഭകർണൻ തമോ ഗുണത്തിൻ്റെയും. സത്വഗുണത്തിൻ്റെ പ്രതീകമാണ് ആര്? വിഭീഷണൻ. അപ്പോൾ വിഭീഷണൻ എന്താ വരമായിട്ട് ആവശ്യപ്പെട്ടത്? ഭഗവാനെ, അങ്ങ് എന്തെങ്കിലും എനിക്ക് വരം തരികയാണെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത് വിഭീഷണോ വിഷ്ണുഭക്തിം വൗപ്രേ സത്വഗുണാന്യത. ആ സത്വഗുണമുള്ള ആളുകളെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. ആളൊരു സാത്വികനായിട്ടുള്ള ആളാട്ടോ എന്ന് നമ്മൾ പറയാറില്ലേ ചിലരെ കുറിച്ചൊക്കെ. അപ്പോൾ അത്രയും ഈശ്വരചിന്ത അത്രയും ഉള്ള ആളാണ് വിഭീഷണൻ. ആ വിഭീഷണൻ, ബ്രഹ്മദേവ, അവിടുന്ന് എനിക്ക് എന്തെങ്കിലും വരം തരികയാണെങ്കിൽ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയിൽ എനിക്ക് ഭക്തി ഉണ്ടാവണം. രാമ 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 എന്നുള്ള ആ ഭഗവാന്റെ ആ നാമങ്ങൾ എനിക്ക് ചൊല്ലുമാറാകണം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ തഥാസ്തു, അപ്രകാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണോ. അങ്ങനെ 3 രാക്ഷസന്മാരും ബ്രഹ്മദേവനിൽ നിന്ന് വരം വരിക്കുന്നു. ബ്രഹ്മദേവൻ അപ്രത്യക്ഷനാകുന്നു. ആ വരലബ്ധി കൊണ്ട് അഹങ്കാരികളായി തീരാൻ അവർ വരലബ്ധി കൊണ്ട് അഹങ്കാരികളായി തീർന്ന് ലോകോപദ്രവം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഋഷിമുനിമാരെ പിടിച്ചു ഭക്ഷിക്കണോ. അതേപോലെ തന്നെ യജ്ഞം ഹോമം ഇതൊക്കെ മുടക്കണോ. എല്ലാവരും ആകെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവണനും രാക്ഷസന്മാരും കൂടി ലോകത്തിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ മൂർധന്യത്തിലെത്താണ്. മണ്ഡോദരിമയസുതാം പരിണീയ ദശാനനം തസ്യാമുൽപാദയാമാസ മേഘനാദാഹ്വയം സുതം. ഈ രാവണൻ ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കണമെങ്കിൽ രാവണൻ്റെ സമ്മതം വേണം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും വായുവിനെ വീശണമെങ്കിൽ, അഗ്നിക്ക് ജ്വലിക്കണമെങ്കിൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാതാളത്തിലേക്ക് ചെല്ലണത്. അവിടെ മയൻ എന്ന അസുരശില്പിയുടെ ആവാസസ്ഥാനമാണ്. ആ മയൻ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് അങ്ങയോട് എതിരിടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തൻ്റെ മകളെ മണ്ഡോദരിയെ ഈ ആർക്ക് സമർപ്പിക്കണോ? രാവണന് സമർപ്പിക്കുകയാണ്. ആ രാവണൻ ആ മണ്ഡോദരിയെ ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ച് തൻ്റെ പട്ടമഹിഷിയാക്കുന്നു. അവളിൽ ഒരു പുത്രനുണ്ടാകുന്നു. ആ പുത്രൻ്റെ പേരാണ് മണ്ഡോദരിമയസുതാം പരിണീയ ദശാനനം തസ്യാമുൽപാദയാമാസാ മേഘനാദാഹ്വയം സുതം. അതിലൊരു പുത്രനുണ്ടാകുന്നു. ആ പുത്രൻ ജനിച്ച ഉടനെ തന്നെ ഇടിവെട്ടുന്ന നൊതത്തിലാത്രയെ ഗർജിച്ചതും അട്ടഹസിച്ചതും. മേഘമൊക്കെ ഗർജിക്കില്ലേ, അതാണ് മേഘനാഥൻ എന്നുള്ള അവന് പേര് വരാൻ കാരണം. പക്ഷേ ആ മേഘനാഥനാണ് പിന്നീട് രാമായണ കഥയിൽ ഇന്ദ്രജിത്ത് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അവൻ അച്ഛനേക്കാൾ ദുഷ്ടനും പരാക്രമിയും അധർമ്മിയുമാണ്. യുദ്ധത്തിൽ ശുക്രാചാര്യനിൽ നിന്ന് എല്ലാവിധത്തിലുള്ള അഭ്യാസമുറകളും പരിശീലിച്ച് അവൻ ദേവന്മാരോട് യുദ്ധത്തിന് ചെന്ന് ദേവേന്ദ്രനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് സ്വർഗമൊക്കെ തൻ്റെ കീഴിലാക്കിയിട്ട് ബന്ധിച്ച് ലങ്കയിലെ കാരാഗൃഹത്തിൽ കൊണ്ടുപോന്നിട്ടു. ഇന്ദ്രനെ ജയിച്ച കാരണമാണ് പിന്നീട് മേഘനാഥൻ എന്തു പേര് വന്നത്? ഇന്ദ്രജിത്ത് എന്നുള്ള പേര് വന്നത്. ഇങ്ങനെ അച്ഛനും മകനും കൂടി ലോകത്തിനങ്ങനെ മുടിപ്പിക്കുകയാണ്. അക്രമം, അനീതി, കൊള്ളവെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിഷമിക്കുകയാണ് ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ എല്ലാവരും കൂടി ചെന്ന് ആ ഭൂമിദേവി ഈ അധർമ്മികളുടെ ഭാരം നിമിത്തം ഭൂമിയിലേക്ക് അങ്ങോട്ട് സമുദ്രത്തിലേക്ക് താണു പോകുമെന്നുള്ള സ്ഥിതി വന്നു. ഭൂമിദേവി ഗോരൂപം ധരിച്ചുകൊണ്ട് ബ്രഹ്മദേവനോട് ചെന്ന് പറയുകയാണ്, ശിവ ശിവ ദുർജനഭാരമേവ ഭാരം. ലോകത്തിലുള്ള എന്ത് ഭാരം വേണമെങ്കിൽ ഞാൻ താങ്ങാം. എത്രയോ പർവ്വതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതേപോലെ തന്നെ എത്രയോ വലിയ വലിയ എത്ര നിലകളുള്ള 100 നിലകളുള്ള കെട്ടിടമൊക്കെ ഉണ്ട് അത്ര ഇപ്പോൾ പലയിടത്തും. അതൊക്കെ ഭൂമി താങ്ങിക്കൊണ്ടിരിക്കണോ. പക്ഷെ അതൊക്കെ എനിക്ക് താങ്ങാം, പക്ഷേ അധർമ്മികളെ എനിക്ക് താങ്ങാൻ സാധിക്കുകയില്ല. ശിവ ശിവ ദുർജനഭാരമേവ ഭാരം എന്ന് ബ്രഹ്മദേവനോട് സങ്കടമുണർത്തിയപ്പോൾ ബ്രഹ്മദേവനും അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ബ്രഹ്മദേവൻ എന്തു ചെയ്യുന്നു? ബ്രഹ്മദേവൻ ഉടനെ തന്നെ സമുത്തിഷ്ഠത ചിന്തയാലം ചിന്താഹി കാര്യപ്രതിബന്ധഹേതു യാമപൃഥിവ്യാസഹ യത്ര തത്ര
നാരായണോ ദാനവകാളരാത്രി. നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നുകൊണ്ട് ഇനി കാര്യമില്ല. അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് കാളരാത്രിയായി വർത്തിക്കുന്നത് ആരാണ്? ഭഗവാൻ നാരായണനാണ്. നമുക്ക് ആ നാരായണനെ ചെന്ന് ശരണം പ്രാപിക്കുക വൈകുണ്ഠത്തിൽ ചെന്ന്. അപ്പോൾ ഉടനെ ബ്രഹ്മദേവൻ, ഭൂമിദേവി, ദേവന്മാരെ, മഹാദേവൻ, പാർവതീദേവി എല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുന്നു. അവിടെ ചെന്ന് ആ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഭഗവാൻ പുരുഷസൂക്തം മുതലായിട്ടുള്ള ദിവ്യമായിട്ടുള്ള സൂക്തങ്ങളൊക്കെ ജപിക്കണോ. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഋഗ്വേദത്തിലുള്ള പുരുഷസൂക്തം എന്ന മന്ത്രം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ തിഷ്ടുവാത്യതിഷ്ഠൽ ദശാങ്കുലം. നമ്മൾ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്താൽ ഈ മന്ത്രങ്ങളെ കൊണ്ടൊക്കെയാണ് അവിടെ അർച്ചിക്കൽ. അപ്പോൾ ആ മന്ത്രം അങ്ങോട്ട് ചെല്ലുകയാണ് ബ്രഹ്മദേവൻ. ഇങ്ങനെ എല്ലാവരും കൂടി പുരുഷസൂക്ത മന്ത്രം കൊണ്ട് ജയിച്ചപ്പോൾ അതാ അവിടെ ഭഗവാൻ എഴുന്നേറ്റ് അനന്തനാകുന്ന മെത്തമേൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേൽക്കണു. എന്നിട്ടിതാ അവരോട് വന്നതിൻ്റെയൊക്കെ കാരണം ചോദിക്കുകയാണ്. അപ്പോൾ ആ രാവണാദികളുടെയൊക്കെ ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ പിന്നീട് കണ്ടിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. ആ സ്തുതിക്കുന്ന സ്തുതിയാണ് ഇനി നമുക്ക് അടുത്ത നാളെ മുതൽ നമുക്കിനി ബ്രഹ്മാവ് സ്തുതിക്കണത്. പിന്നെ ഭഗവാന്റെ അവതാരം, ബാലലീല, വിദ്യാഭ്യാസം, വിശ്വാമിത്രൻ്റെ ആഗമനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഇതേ സമയത്ത്